ഹലോ, ഗുഡ് ഈവനിങ്. ഞാനൊരു സുലോചന അമ്മയുടെ കഥ പറയാം. ഒരു സാധുവായ വൃദ്ധ സർക്കാരിൻ്റെ ലൈഫ് പദ്ധതിയിൽ കെട്ടിയുയർത്തിയ വീടിന് മുകളിൽ ചാഞ്ഞ മരം മുറിച്ചു തരാൻ പഞ്ചായത്തിനോട് അപേക്ഷിച്ചു തുടങ്ങിയിട്ട് 6 മാസം. വിളവൂർക്കൽ പഞ്ചായത്തിലെ 50ഓളം ജീവനക്കാരിൽ സെക്രട്ടറി അടക്കം പകുതിയിലേറെ പേർ ഓഫീസ് ഡ്യൂട്ടി സമയമായ 10 മണി കഴിഞ്ഞ് 1 മണിക്കൂറായിട്ടും സീറ്റുകളിലെത്തിയില്ല. സ്വന്തം ജീവിതത്തിനുമേൽ ചാഞ്ഞ മരം മുറിക്കാൻ അപേക്ഷയുമായി കിടപ്പിലായ ഭർത്താവിനെ ഒറ്റയ്ക്ക് വീട്ടിലാക്കി 6 മാസത്തോളം ആ സാധു സ്ത്രീ നടന്ന വഴികൾ, ആ സ്ത്രീ കണ്ടുമടങ്ങിയത് ഒഴിഞ്ഞ കസേരകൾ. ഒടുവിൽ സുലോചനാമ്മ ഞങ്ങളുടെ ക്യാമറക്കണ്ണിന് മുന്നിലെത്തി. ഒരു മരം മുറിക്കാൻ വേണ്ടി വീടിന്റെ വരെ കൂടെ കിടക്കണം മരം മുറിക്കാൻ വേണ്ടി പറഞ്ഞൊക്കെ ഇതുവരെയും സാധിച്ചില്ല. അതിന് വേണ്ടിയാണ് ഞാൻ ഇന്നും വന്നത്. എൻ്റെ ഭർത്താവ് കിടയാണ്. എൻ്റെ പേര് സുലോചനയെന്ന്. എനിക്കാണെങ്കിൽ ഒരു നിവർത്തിയും ഇല്ല. ഞാൻ എങ്ങനെയെങ്കിലും ആളുകളെ 10 വയസ്സ് വേണ്ടിയാണ് ഞാൻ ജീവിക്കണത്. വന്നിട്ട് കാര്യമൊക്കെ തിരിച്ചു പോണ്. 2 പോലീസുകാരന്മാർക്കുള്ള മുറിച്ച് മാറ്റി കൊടുത്തു. പതിവ് പോലെ ഇന്നും സുലോചനാമ്മ വിളവൂർക്കൽ പഞ്ചായത്തിൽ നിന്ന് തിരിച്ചു പോകുമായിരുന്നു. കഴിഞ്ഞ 6 മാസം ഈ സുലോചനാമ്മ ചെയ്തതുപോലെ. ഇത് ഒരു സുലോചനാമ്മയുടെ മാത്രം നിസ്സഹായതയല്ല. ഒരുപാട് സുലോചനാമ്മമാരുടെ ജീവിതത്തിന് മേൽ ചാഞ്ഞ മരം പോലെ ഒട്ടേറെ ഉദ്യോഗസ്ഥന്മാരുടെ ഒഴിഞ്ഞ ഇരിപ്പിടങ്ങൾ ഞങ്ങൾ കണ്ടു. 30,000 രൂപ മുതൽ ലക്ഷം രൂപ വരെ ശമ്പളം പറ്റുന്ന, ഒരു ദിവസം 3,000 രൂപ വരെ ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥരുള്ള വിവിധ പഞ്ചായത്തിലെ വിവിധ തസ്തികകളിലെ ഉദ്യോഗസ്ഥർ ഡ്യൂട്ടി സമയത്ത് എത്തുന്നില്ല എന്നതാണ് ഞങ്ങൾക്ക് ലഭിച്ച പരാതി. ഞങ്ങൾ ഇന്ന് രാവിലെ കേരളത്തിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ 10 മണി മുതൽ ക്യാമറയുമായി കാത്തുനിന്നു. ഞങ്ങൾ കണ്ട കാഴ്ചകൾ സ്വയം ഒരു ചോദ്യം ചോദിക്കുന്നു: ആരുണ്ട് ചോദിക്കാൻ ഇവിടെ? ആൾക്കാരൊക്കെ കൃത്യസമയത്ത് എത്താറുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഒരേ സമയത്താണ് എത്താറുള്ളത്. മാധ്യമങ്ങളോട് എനിക്ക് സംസാരിക്കാൻ സാധിക്കില്ല, പ്ലീസ്. 9 മണിക്ക് എത്തുന്നവരുണ്ട്, 9:30 എത്തുന്നവരുണ്ട്. പുതിയൂർ ഗ്രാമപഞ്ചായത്തിൽ 11 ജീവനക്കാർ ഉണ്ട്. പക്ഷേ നമുക്ക് അറിയാൻ കഴിയുന്നത് സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, AE ഉൾപ്പെടെ 7ഓളം പേർ ഇവിടെ ഇല്ല. ബാക്കിയുള്ളവരൊക്കെ ട്രെയിനിങ്ങിന് പോയിട്ടുണ്ട്. ട്രെയിനിങ് ഉണ്ടല്ലോ. തിരുവനന്തപുരം കാട്ടാക്കട നിയോജക മണ്ഡലത്തിലെ വിളവൂർക്കൽ പഞ്ചായത്തിലാണ്. ഇവിടെ 80% ജീവനക്കാർ ഇപ്പോഴും കസേരകളിൽ എത്തിയിട്ടില്ല. മരം മുറിക്കാൻ വേണ്ടി വീടിന്റെ വരെ കൂടെ കിടക്കണം മരം മുറിക്കാൻ വേണ്ടി പറഞ്ഞൊക്കെ ഇതുവരെയും സാധിച്ചില്ല. അതിന് വേണ്ടിയാണ് ഞാൻ ഇന്നും വന്നത്. എൻ്റെ ഭർത്താവ് കിടയാണ്. എൻ്റെ പേര് സുലോചനയാണ്. ഒരാളൊഴിവ് ഇവിടെ ആരുമില്ല. ഒരാൾ ഓടിയാണ്. നമ്മളൊരു 10:15 ഒക്കെയാണ്. 10:15, 10:30 വരെ ലീവൊന്നും ആക്കാറില്ല. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അവർ ഓൾറെഡി ലീവ് നമുക്ക് തരും. ഗതാഗത കുറിച്ച് ചെറുതായിട്ടൊരു കാരണമാവുന്നുണ്ട്. റീസണായിട്ട് പറയാൻ പറ്റുമോ ഈ വൈകി വരുന്നതിന്? അല്ല, അത് റീസൺ അല്ല. നമ്മൾ തിരുവനന്തപുരം വിളവൂർക്കലിൽ നിന്ന് തുടങ്ങുന്നു. റോഷിപാലും ഞങ്ങളുടെ വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു ML കണ്ട കാഴ്ചകളിൽ നിന്നാണ് തുടങ്ങുന്നത്. രാവിലെ വിളവൂർക്കൽ പഞ്ചായത്തിൽ റോഷിപാലും വിഷ്ണുവും എത്തിയപ്പോൾ കണ്ടത് ഒഴിഞ്ഞ കസേരകൾ. സമയം 10 മണി, 10:15, 10:20, 10:30. അവിടെ ഉണ്ടായിരുന്ന സീനിയർ ക്ലർക്കിനോട് കാര്യം തിരക്കി. മൂവ്മെന്റ് രജിസ്റ്ററിൽ എഴുതിയതാണ്. ഔദ്യോഗിക കാര്യത്തിന് വേണ്ടിയാണ് പോയതെന്ന് മറുപടി. ജീവനക്കാർ ഭൂരിഭാഗവും അവധിയാണോ? അല്ല, ഈ പൊതുജനങ്ങൾക്ക് വലിയ സേവനം നൽകണ്ടല്ലേ? 10 മണിക്ക് ഇന്ന് ഞങ്ങൾക്ക് അടിയന്തരമായിട്ടൊരു റിപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ടായിരുന്നു. അതായത് പാതയം സംബന്ധിച്ച്. അപ്പം ഫീൽഡ് പരിശോധന പൂർത്തിയാക്കി അതിൻ്റെ റിപ്പോർട്ട് ഇന്ന് തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം സെക്രട്ടറിക്കും ഫീൽഡ് പരിശോധനയാണോ? സെക്രട്ടറി ഫീൽഡ് പരിശോധനയില്ല, സാറാണ് നിർദ്ദേശം തന്നിരിക്കുന്നത്. ഔദ്യോഗികമായി തന്നെ പറഞ്ഞു. അല്ല, ഫീൽഡിൽ പോയാലും എന്തായാലും റിപ്പോർട്ട് ഇത് പരിശോധിച്ച് റിപ്പോർട്ട് പൂർത്തിയാക്കി കൊടുക്കേണ്ടത് നമ്മൾ. പരിസരവാസികളൊക്കെ പറയുന്നത് 11:30 ജീവനക്കാർ വരുന്നു, 3:30. അല്ല, ഒരിക്കലും അല്ല. പരിസരവാസികളുടെ പിന്തുണ ഇല്ല നിങ്ങൾക്ക്? ഉണ്ടല്ലോ. അങ്ങനെ ഒരിക്കലും ഇവിടെ സംഭവിക്കാം. നമ്മളിവിടെ എത്തുമ്പോൾ ഭൂരിഭാഗം കസേരകളും ഒഴിഞ്ഞു കിടക്കുന്നു. പല ജീവനക്കാരും 10:15 കഴിഞ്ഞാണ് തിരിച്ചു ഇങ്ങോട്ടേക്ക് കയറി വരുന്നത്. ഉള്ളപ്പോഴത്തേക്ക് എന്തായാലും അവർക്ക് ഫീൽഡ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നാൽ മതി. അതിൻ്റെ മൂവ്മെന്റ് എഴുതി വെച്ചിട്ട് ചില ഉദ്യോഗസ്ഥന്മാർ മുഖം മറച്ചൊക്കെ വരുന്നത്. എന്താ കാരണം? അങ്ങനെയൊന്നുമില്ല. അപ്പോൾ പിന്നെ ഇതെല്ലാം നോക്കേണ്ട, എല്ലാവരും വന്നെന്ന് ഉറപ്പുവരുത്തേണ്ട പഞ്ചായത്ത് സെക്രട്ടറി വന്നിട്ടുണ്ടോ? അതൊന്നും പരിശോധിച്ചു നോക്കി ഞങ്ങൾ. ഈ പഞ്ചായത്തിൻ്റെ പ്രധാനപ്പെട്ട ചുമതലയുള്ള സെക്രട്ടറി M. ബിജുകുമാർ, അദ്ദേഹത്തിൻ്റെ മുറി നമുക്ക് നോക്കാം. അദ്ദേഹം എത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടർ ഓഫാണ്. അദ്ദേഹം ഈ സമയം വരെ എത്തിയില്ല. എല്ലാ ദിവസവും ഈ വിളവൂർക്കൽ പഞ്ചായത്ത് സെക്രട്ടറി എത്തുന്ന സമയം 10:30 കഴിഞ്ഞാണ്. ഏതാണ്ട് ചില ദിവസങ്ങളിൽ 10-11 മണിയൊക്കെ ആവും. നേരത്തെ സീനിയർ ക്ലർക്ക് നമ്മളോട് പറഞ്ഞത്
പാഥേയം എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടിയാണ് കൂടുതൽ ഉദ്യോഗസ്ഥർ പോയതെന്നല്ലേ സെക്രട്ടറി എവിടെയാണ് എന്ന് സീനിയർ ക്ലർക്കിന് പറയാൻ കഴിഞ്ഞതുമില്ല. സെക്രട്ടറി എവിടെയെന്ന് അസിസ്റ്റന്റ് സെക്രട്ടറിയോട് ഞങ്ങൾ തിരക്കി നോക്കി. അദ്ദേഹത്തിനും അറിയില്ല. എന്താണല്ലേ അവസ്ഥ? നമുക്ക് അസിസ്റ്റന്റ് സെക്രട്ടറി ഇവിടെ ഉണ്ട്, ധനേശൻ. മിക്ക കസേരകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇങ്ങനെയാണോ എല്ലാ ദിവസവും? സാറേ എല്ലാ ദിവസവും ഇങ്ങനെയല്ല, അത് ചില മിക്കവാറും ഫീൽഡിൽ പോകായിരിക്കും. സെക്രട്ടറി എത്തിയില്ലല്ലോ. സെക്രട്ടറി ഫീൽഡിൽ പോകുന്നത് ആ മൂവ്മെൻറ്റ് ഇപ്പം നോർമലി പഞ്ചായത്തിൽ ഓഫീസിലെത്തുന്നു, ഇവിടെ അത് രേഖ മൂവ്മെൻറ്റ് രേഖയുണ്ടാകുന്നു, അതിനുശേഷമല്ലേ ഫീൽഡിലേക്ക് പോകുന്നത്. പക്ഷേ ഇവിടെ രേഖ ഉണ്ടോ? ഈ പറഞ്ഞ എത്ര ഉദ്യോഗസ്ഥരാണ് ഫീൽഡിൽ പോയിട്ടുണ്ടാവും ഇപ്പോൾ? പറഞ്ഞോട്ടെ സാറേ, അത് ഇപ്പോൾ HSC ആണ് നോക്കുന്നത്. അതിനെ സംബന്ധിച്ച് എത്ര ജീവനക്കാരുണ്ട് ഈ ഓഫീസിൽ? ഓഫീസിൽ 15 പേര്. ഓഫീസുകാരെവിടെ പോയി? ഔദ്യോഗിക ജോലിക്ക് പുറത്തു പോയാൽ മൂവ്മെന്റ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തേണ്ടതല്ലേ? അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ അസിസ്റ്റന്റ് സെക്രട്ടറി ഒന്ന് പകച്ചു. നാട്ടുകാർക്ക് മോശം അഭിപ്രായമില്ലെന്നല്ലേ നേരത്തെ സീനിയർ ക്ലർക്ക് പറഞ്ഞത്? പഞ്ചായത്ത് ഓഫീസിനോട് തൊട്ടു പുറത്തുള്ള ഓട്ടോക്കാരോട് ഞങ്ങൾ കാര്യം തിരക്കി. അവരാണല്ലോ എപ്പോഴും അവിടെ ഉണ്ടാകുന്നവർ, അവിടെ വന്നു പോകുന്നവരുടെ അഭിപ്രായം കേൾക്കുന്നവർ. അസൽ അഭിപ്രായമാണ് അവർക്കൊക്കെ. ജീവനക്കാർ കേട്ടു നോക്കണം. 50 ജോലിക്കാരുണ്ട്. ഇനി നമ്മൾ മുമ്പ് വരുമ്പോൾ ചോദിച്ചാൽ അല്ല, ഇപ്പോഴാണ് വന്ന് കയറുന്നത്. ഇനി വരാണ്ട ആൾക്കാർ, ഇനി വരാനുള്ളവർ ഇനി വരില്ല. അവർ ലീവ് എടുത്ത് നിൽക്കുക. ആ നിൽക്കുന്നത് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാതെ. ഓഫീസിൽ പറഞ്ഞതൊക്കെ 10 മണിക്കൊക്കെ തന്നെ പറഞ്ഞത്. കാരണം ജീവനക്കാരെല്ലാം താമസിച്ച് തന്നെ പറഞ്ഞത്. ഇനി വന്നാണ് ഗ്രാമസ്ഥാനമുള്ള ആളുകളൊന്നും എത്തിയിട്ടില്ല, സെക്രട്ടറി വന്നിട്ടില്ല. ജീവനക്കാരെല്ലാം ഒരുപാട് താമസിച്ചൊക്കെ തന്നെ പറഞ്ഞത്. 4 മണിക്ക് മുമ്പൊക്കെ ഇറങ്ങി പോകുന്നവരുണ്ട്, 3:30 ഇറങ്ങി പോകുന്നവരുണ്ട്. 5 മണി സമയത്തിനൊക്കെ 4-5 പേര് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പല സമയത്തിനാണ് ഇറങ്ങി പോകുന്നത് വൈകുന്നേരം. വിളവൂർക്കൽ പഞ്ചായത്തിൽ ഭൂരിഭാഗം ഉദ്യോഗസ്ഥരും 10 മണി കഴിഞ്ഞാണ് ഓഫീസിലേക്ക് എത്തിയത്. എന്തായാലും നമ്മളിത് പുറത്തു കൊണ്ടുവന്നതോടെ സംഭവത്തിൽ തദ്ദേശ സ്വയംഭരണ വിജിലൻസ് വിഭാഗം അന്വേഷണം തുടങ്ങി. ഇന്റേണൽ വിജിലൻസ് ഓഫീസർ പഞ്ചായത്ത് ഓഫീസിൽ എത്തി. അതിനിടയിൽ ഞങ്ങൾ നേരെ തൃപ്തരായി. കാരണം സുലോചനാമ്മയുടെ കണ്ണിൽ കണ്ട തിളക്കമാണ്. പ്രതീക്ഷയില്ലാതെ പതിവായി പഞ്ചായത്ത് ഓഫീസിൽ എത്തിക്കൊണ്ടിരുന്ന സുലോചനാമ്മ യാദൃച്ഛികമായി റോഷിപാലിന്റെ മുന്നിലെത്തി. റോഷിപാലും ഒപ്പം ഞങ്ങളുടെ ക്യാമറാമാൻ വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുവും റിപ്പോർട്ടറിലൂടെ പ്രേക്ഷക ലക്ഷ്യങ്ങളും സുലോചനാമ്മയുടെ ആ കഥ കേട്ടു. റിപ്പോർട്ടർ ഒപ്പം നിന്നു. പരാതി എന്തെന്നും പ്രശ്നം എന്തെന്നും അന്വേഷിച്ചു. ഒടുവിൽ ആശ്വാസ വാർത്ത വന്നു. സുലോചനാമ്മയുടെ വീട്ടിലെ മരം മുറിക്കുന്നതുമായിരുന്ന തടസ്സങ്ങളെല്ലാം പരിഹരിച്ചു. നാളെ രാവിലെയോടെ മരം മുറിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. വിളവൂർക്കൽ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ വൈകി വന്നതിൽ അന്വേഷണവും നടത്തും. മരം മുറിക്കാൻ വേണ്ടി വീടിൻ്റെ വരെ കൂടെ കിടക്കണം, മരം മുറിക്കാൻ വേണ്ടി പറഞ്ഞൊക്കെ ഇതുവരെയും സാധിച്ചില്ല. അതിന് വേണ്ടിയാണ് ഞാൻ ഇന്നും വന്നത്. എൻ്റെ ഭർത്താവ് കിടയാണ്, എൻ്റെ പേര് സുലോചനയാണ്. എനിക്കാണെങ്കിൽ ഒരു നിവർത്തിയും ഇല്ല. അവരെയും കൊണ്ട് റോഷിപാൽ ഒരു കാര്യം ചെയ്യൂ. ആ അമ്മയെയും കൊണ്ട് റോഷിപാൽ ആ അമ്മയെയും കൊണ്ട് ആ പഞ്ചായത്ത് ഓഫീസിലേക്ക് കയറൂ. അവർക്ക് ആവശ്യമായ സർവീസ്, അത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്നാണ് മരം മുറിച്ച് മാറ്റുന്നതിനായിട്ടുള്ള സഹായം കിട്ടേണ്ടതെങ്കിൽ അവിടെ നിന്ന് ആ പഞ്ചായത്ത് ഓഫീസിലേക്ക് ആ അമ്മയുമായി പോകും റോഷിപാൽ. ആ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ട് തന്നെ ബാക്കി കാര്യം. ചെരുവിള പുത്തൻ വീട്ടിൽ സുലോചനാമ്മ വീട്ടിന് മുകളിലേക്ക് ചാഞ്ഞ മരം മുറിക്കാൻ അപേക്ഷ നൽകിയത് 6 മാസം മുമ്പ്. പരാതിയിൽ നടപടി ആവശ്യപ്പെട്ട സുലോചനാമ്മ പലവട്ടം വിളവൂർക്കൽ പഞ്ചായത്തിന്റെ പടി കയറി. കിടപ്പ് രോഗിയായ ഭർത്താവ് നെൽസനെ തനിച്ചാക്കിയാണ് ഓരോ തവണയും ഈ വയോധിക പഞ്ചായത്തിലേക്ക് എത്തുന്നത്. അപ്രതീക്ഷിതമായാണ് വിഷയം റിപ്പോർട്ടറിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. വീടിൻ്റെ വരെ കൂടെ കിടക്കണം, മരം മുറിക്കാൻ വേണ്ടി പറഞ്ഞൊക്കെ ഇതുവരെയും സാധിച്ചില്ല. അതിന് വേണ്ടിയാണ് ഞാൻ ഇന്നും വന്നത്. വന്നിട്ട് കാര്യമൊക്കെ തിരിച്ചു പോകണു. സുലോചനാമ്മയുടെ പരാതി റിപ്പോർട്ടർ ഏറ്റെടുത്തതോടെ പഞ്ചായത്ത് പ്രസിഡന്റ് ലാലി മുരളിയുടെ ഇടപെടൽ. അതിവേഗത്തിൽ മരം മുറിക്കാനായിരുന്നു നിർദ്ദേശം. സുലോചനാമ്മയുടെ വീട്ടിൽ മരം മുറിക്കാനെത്തിയ മണിക്കൂട്ടനെ സ്ഥലമുടമ എഡ്വിൻ സാം ഭീഷണിപ്പെടുത്തി. പൂർണ്ണമായിട്ട് മുറിക്കണമെന്നാണ് പഞ്ചായത്തിൽ നിന്ന് വന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ഇപ്പോഴ് മലയാളി പറയണത്, ഉടയം പറയണത് കൊമ്പ് മാത്രം വെട്ടി അവർക്ക് തടസ്സമുള്ളത് വെട്ടാൻ പറഞ്ഞു. പഞ്ചായത്ത് നടപടി ഘടിപ്പിക്കാൻ ഒരുങ്ങിയതോടെ സ്ഥലമുടമ പോലീസുകാരനായ എഡ്വിൻ സാം നിലപാട് മയപ്പെടുത്തി. ആദ്യം വിസമ്മതിച്ച എഡ്വിൻ സാം ഒടുവിൽ സ്വന്തം ചിലവിൽ മരം മുറിക്കാമെന്ന് പഞ്ചായത്ത് അധികൃതർക്ക് രേഖാമൂലം ഉറപ്പു നൽകി. നാളെ പഞ്ചായത്ത് മെമ്പറുടെയും പ്രസിഡന്റിൻ്റെയും ഒക്കെ സാന്നിധ്യത്തിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ മുറിച്ച് തരാമെന്നതിൽ ഉറപ്പായിട്ട് ഒരു മെയിലാണ് ഞങ്ങൾ മെയിൽ ചെയ്തിട്ടുള്ളത്. രാവിലെ 11-ന് റിപ്പോർട്ടർ ഏറ്റെടുത്ത പരാതിക്ക് വൈകുന്നേരം 3:30 പരിഹാരം. ഇനി സുലോചനാമ്മയ്ക്കും നെൽസനും സ്വന്തം വീട്ടിൽ ആശങ്കയില്ലാതെ കഴിയാം.
വിളയൂർക്കൽ പഞ്ചായത്തിൽ മരം മുറിക്കാൻ അപേക്ഷ നൽകിയ സുലോചനമ്മ അത് ഒരു വ്യക്തി മാത്രമല്ല, ഈ പഞ്ചായത്തിലെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ വിവിധ പഞ്ചായത്തുകളിൽ പരാതി നൽകി പ്രശ്നപരിഹാരത്തിനായി കാത്തിരിക്കുന്നവരുടെ ഒരു പ്രതിനിധിയാണ്. റിപ്പോർട്ടറിൻ്റെ ഇടപെടൽ മാസങ്ങളായി പ്രശ്നപരിഹാരമാകാത്ത ആ മരം മുറി വിഷയത്തിന് ഇവിടെ പരിഹാരമാകുന്നു എന്നതാണ്. ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ നാളെയോ മറ്റന്നാളോ മരം മുറിക്കാമെന്ന സ്ഥലമുടമ രേഖാമൂലം പഞ്ചായത്തിന് ഉറപ്പ് നൽകിയിരിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു എം.എൽ.നൊപ്പം റിപ്പോർട്ടർ ആർ റോഷിപ്പാൽ. ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. 6 മാസമായി സുലോചനാമ്മ വിളവൂർക്കൽ പഞ്ചായത്ത് കയറിയിറങ്ങിയിട്ടും നടപ്പാക്കാത്തത് 4.5 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ടറിന്റെ വാർത്താ സംഘത്തിന് നേടിയെടുക്കാൻ സാധിച്ചത് ഞങ്ങളെ ഭയന്നിട്ടല്ല, ഞങ്ങളുടെ പിന്തുണയുമായി എത്തിയ പ്രേക്ഷകരെയും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പൊതുജനത്തെയും പൊതുസമൂഹത്തെയും കണ്ട് ഭയന്നിട്ടാണ്. നോക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കൃത്യസമയത്ത് സെക്രട്ടറിയും മറ്റു ജീവനക്കാരും വിളവൂർക്കൽ പഞ്ചായത്തിൽ എത്തുമായിരുന്നു. സുലോചനാമ്മയുടെ പ്രശ്നങ്ങൾ കൃത്യമായി സമയബന്ധിതമായി 6 മാസങ്ങൾക്ക് മുമ്പ് പരിഹരിക്കുമായിരുന്നു. സുലോചനാമ്മയുടെ ജീവിതത്തിനുമേൽ ചാഞ്ഞ മരം എന്നെ വെട്ടിമുറിക്കുമായിരുന്നു. പക്ഷേ ഒരാളും നോക്കാനില്ലാത്ത അവസ്ഥയായിരുന്നു അത്. റോഷിപ്പാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്, ഒപ്പം കാരശ്ശേരി മാഷും. റോഷിപ്പാൽ, വെരി ഗുഡ് ഈവനിങ്. ഏറെ സന്തോഷമുള്ളൊരു സമയത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നാളെ ഈ 6 മാസമായി സുലോചനാമ്മയ്ക്ക് സാധിക്കാഞ്ഞത് നാളെ നടക്കും. സുലോചനാമ്മ പ്രതീക്ഷിച്ചതുപോലെ സുലോചനാമ്മയുടെ വീടിനുമേൽ ചാഞ്ഞ മരം നാളെ അയാൾ മുറിച്ചു കൊടുക്കുമെന്ന് പറയുന്നു. റോഷിപ്പാൽ, നമ്മൾ കണ്ട അനുഭവം അക്ഷരാർത്ഥത്തിൽ നമ്മളെ ഞെട്ടിച്ചു. ഒന്നും മാറിയിട്ടില്ല എന്നല്ലേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. പലതവണ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് പല ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥ, കൃത്യസമയത്ത് എത്താത്തത്, പഞ്ചിങ് പാലിക്കാത്തത്. ഓരോ ഫയലിലും ജീവിതമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ തദ്ദേശ സ്ഥാപനങ്ങളിലടക്കം അട്ടിമറിക്കപ്പെടുന്ന കാഴ്ച, അതല്ലേ നമ്മളിത് കണ്ടത് റോഷിപ്പാൽ? അരുൺകുമാർ, സംശയമില്ലാത്ത കാര്യങ്ങളാണ്. കാരണം ഈ പഞ്ചായത്തിൽ ഉദ്യോഗസ്ഥന്മാർ കൃത്യസമയത്ത് ജോലിക്ക് ഹാജരാകുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ് നമ്മൾ അവിടെ എത്തുന്നത്. പക്ഷേ അവിടെ പരാതികളുമായി പരിഹാരം തേടിയെത്തുന്നവർക്ക് കൃത്യമായി ഒരു ഇടപെടൽ പോലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്നാണ് നമുക്ക് അന്വേഷണത്തിലൂടെ മനസ്സിലായത്. അതിൽ ഒരു പ്രതിനിധി മാത്രമാണ് സുലോചന എന്ന വയോധിക 6 വട്ടം ഈ 6 മാസത്തിനിടയിൽ 2 കിലോമീറ്റർ സഞ്ചരിച്ച് വയോധികനായ കിടപ്പ് ചികിത്സയിൽ കഴിയുന്ന രോഗിയായ നെൽസൺ എന്ന ഭർത്താവിനെ അവിടെ നിർത്തി. അവിടെ നോക്കാൻ പോലും ആളില്ല. അങ്ങനെ വീട്ടിൽ നിർത്തിയാണ് തൻ്റെ വീട്ടിൻ്റെ മുകളിലേക്ക് ചാഞ്ഞ അപകടകരമായ നിലയിൽ നിൽക്കുന്ന ആ മരം മുറിക്കണമെന്ന ആവശ്യവുമായി പഞ്ചായത്തിൽ കയറിയിറങ്ങുന്നത്. ഒരു കൃത്യമായ ചോർച്ചയില്ലാതെ കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത ഒരു വീടാണത്. തൊട്ടുമുന്നിൽ തന്നെ ലൈഫ് പദ്ധതിയുടെ ഭാഗമായുള്ള വീട്, അത് പാതി വഴിയിൽ പണി പൂർത്തിയാകാതെ കിടക്കുന്ന ഒരു കാഴ്ചയുമുണ്ട്. അവിടെ ചാഞ്ഞു നിൽക്കുന്ന ആ മരത്തിൻ്റെ ഉടമ, ആ സ്ഥലത്തിൻ്റെ ഉടമ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥൻ പരാതി പഞ്ചായത്ത് അധികൃതർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നിർദ്ദേശം നൽകിയിട്ടും മരം മുറിക്കാൻ തയ്യാറായില്ല എന്നത് ഒരു യാഥാർത്ഥ്യം. പലവട്ടം പഞ്ചായത്ത് അധികൃതർ ഈ പോലീസ് ഉദ്യോഗസ്ഥനോട്, സ്ഥലമുടമയോട് മരം മുറിക്കണമെന്ന നിർദ്ദേശം നൽകി. പക്ഷേ തയ്യാറായില്ല. ഉടൻ മുറിക്കാമെന്ന മറുപടി മാത്രം. അങ്ങനെ ഈ വയോധികയായ സുലോചനയമ്മ നിരന്തരം പഞ്ചായത്ത് ഓഫീസിൽ കയറിയിറങ്ങുന്നു. അത് നമ്മൾ കണ്ട ഉടൻ തന്നെ നമ്മൾ ഏറ്റെടുക്കുന്നു. റിപ്പോർട്ടർ പിന്നാലെ പോകുന്നു. പഞ്ചായത്ത് ഓഫീസിൽ ഈ അപേക്ഷ സ്വീകരിച്ച ഉദ്യോഗസ്ഥനെ കാണുന്നു. അവർ നൽകിയ ഉറപ്പ് ഒരാഴ്ചക്കകം മരം മുറിച്ചു മാറ്റുമെന്നാണ്. അതും ഈ സ്ഥലം ഉടമ മുറിച്ചു മാറ്റും. പിന്നീട് പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ എത്തിയപ്പോൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഉടൻ മരം മുറിച്ചു മാറ്റണമെന്ന നിർദ്ദേശം പഞ്ചായത്ത് പ്രസിഡന്റ് നൽകി ഉദ്യോഗസ്ഥന്മാർക്ക്. പിന്നാലെ നമ്മൾ സുലോചനമ്മയ്ക്കൊപ്പം ഈ വീട്ടിലേക്ക് പോകുന്നു. അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് നിർദ്ദേശപ്രകാരം മരം മുറിക്കാൻ മണികണ്ഠൻ എന്ന യുവാവ് എത്തിയിരിക്കുന്നു. പക്ഷേ അവിടെ KSEBയുടെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കാതെ മരം മുറിക്കാൻ കഴിയില്ല. അപ്പോഴേക്കും സ്ഥലമുടമയായ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഒരു സഹായി അവിടെ എത്തുന്നു. ഈ മരം മുറിക്കണമെങ്കിൽ ഈ സ്ഥലമുടമ എത്തിച്ചേരണമെന്ന് ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെ ഉദ്യോഗസ്ഥന്മാർ KSEB ഓഫീസിൽ കത്ത് നൽകി വൈദ്യുതി വിച്ഛേദിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയ ഘട്ടത്തിൽ മണികണ്ഠനെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ നേരിട്ട് വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു. ഈ മരം മുറിക്കാൻ പാടില്ല എന്ന നിർദ്ദേശം നൽകുന്നു. അങ്ങനെ മണികണ്ഠൻ പതുക്കെ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് ഉച്ചയോടെ KSEB ഉദ്യോഗസ്ഥർ അവിടെ സ്ഥലത്തെത്തി വൈദ്യുതി വിച്ഛേദിക്കുന്നു. പക്ഷേ പിന്നീട് മണികണ്ഠനെ നമുക്ക് ബന്ധപ്പെടാൻ കഴിയുന്നില്ല. ഈ പഞ്ചായത്ത് അധികൃതർ വരാതെ മരം മുറിക്കാൻ കഴിയില്ലെന്ന നിലപാടിലേക്ക് ആശങ്കയോടെ മണികണ്ഠൻ്റെ മറുപടി. അങ്ങനെ നമ്മൾ വീണ്ടും പഞ്ചായത്തിലെത്തിയപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങൾ മുഴുവൻ അവിടെയുണ്ട്. അവർ കാണിച്ചു തരുന്നത് ഇമെയിൽ വഴി രേഖാമൂലം ഈ പോലീസ് ഉദ്യോഗസ്ഥൻ നൽകിയ ഒരു ഉറപ്പാണ്. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ താൻ ഈ മരം സ്വന്തം ചെലവിൽ മുറിച്ചു മാറ്റുമെന്ന ഉറപ്പ്. അതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. അവർ സ്വന്തം ചെലവിൽ തന്നെ മരം മുറിച്ചു മാറ്റും. അങ്ങനെയെങ്കിൽ അവർക്ക് എത്രയും നാളെ തന്നെ പരിഹരിക്കാമായിരുന്ന ഒരു വിഷയമാണ്. ഈ സുലോചനാമ്മയ്ക്ക് പിന്നിൽ ആരുമില്ല എന്ന കൃത്യമായ തിരിച്ചറിവിൽ പഞ്ചായത്ത് അധികൃതർ 6 മാസമായി വെച്ച് താമസിപ്പിച്ചത്.
ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആ കാറ്റിൽ ആ മരം വീഴാതെ പോയത്, അല്ലേ? ഈ മരം നിൽക്കുന്നത് വീടിന് മുകളിലേക്ക് ചാഞ്ഞ് ഒന്നിൽ കൂടുതൽ മരങ്ങളുണ്ട്. അതിന് പുറമെ ഈ വീടിന് പിന്നിൽ വലിയ മതിലുണ്ട്. ഈ മതിലും ഏത് സമയവും പൊളിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. അത് പരാതിയിൽ പറയുന്നില്ല. പക്ഷേ നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രദ്ധയിൽ ഈ കാര്യം പെടുത്തി. കാരണം ഇത് ഉയർന്ന ഒരു സ്ഥലത്താണ്, ഇതിന് മുകളിലേക്കും വീടുകളുണ്ട്. ഒരു പക്ഷേ ശക്തമായ മഴ പെയ്താൽ ഈ വീട് ഒരു കുഞ്ഞു വീടാണ്, ആ വീട്ടിലേക്ക് ഒറ്റമുറി വീട്ടിൻ്റെ മുകളിലേക്ക് ആ മതിൽ കെട്ടി വീഴാനുള്ള സാധ്യതയുണ്ട്. മരം കടപുഴകി വീണാൽ അത് വലിയ അപകടം സംഭവിക്കും. കാരണം രണ്ടുപേരും വയോധികരാണ്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ഒരാൾ കിടപ്പ് രോഗിയാണ്. അവർക്ക് പെട്ടെന്ന് രക്ഷപ്പെടാൻ പോലും പറ്റാത്ത ഒരു ഉയരത്താണ് ഈ വീട് കിടക്കുന്നത്. അതുകൊണ്ടാണ് അത് നമ്മൾ കൃത്യമായി അവിടെ നിന്ന് KSEB ഉദ്യോഗസ്ഥരെ, AE ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ നിരന്തരം വിളിച്ചാണ് അവിടെ വൈദ്യുതി വിച്ഛേദിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് നിരന്തരം വിളിക്കുന്നു. പരിസരവാസികളൊക്കെ ഒപ്പം നിന്നു. അവർ ഒട്ടേറെ പേർ അവിടെ നിന്നു. അവിടെ പരിസരത്തുണ്ടായിരുന്ന ഓട്ടോ തൊഴിലാളികൾ, അവിടെയുള്ള കടയുടമകളൊക്കെ പഞ്ചായത്തിൻ്റെ ഈ നിലപാടിനെതിരെ ശക്തമായ നിലപാടെടുത്ത് ഒപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് അനുഭവപ്പെട്ടത്. ഇതൊന്നും സുലോചന മാത്രമല്ല, ഒട്ടേറെ പേർ ഇതേ ആവശ്യവുമായി പഞ്ചായത്തിൽ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം, ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഉടമസ്ഥതയുള്ള പറമ്പിൽ നിന്നും മറ്റ് വീടുകളുടെ മുകളിലേക്ക് ചാഞ്ഞ മരങ്ങൾ അയാൾ വെട്ടിമാറ്റിയിട്ടുണ്ട്. കാരണം അവരൊക്കെ നല്ല സാമ്പത്തിക നിലയിൽ ഉള്ളവരാണ്, അവർക്ക് സ്വാധീനമുണ്ട്. അതുകൊണ്ട് ആ മരങ്ങളൊക്കെ വളരെ നേരത്തെ മുറിച്ചു മാറ്റിയിട്ടുണ്ട്. അത് പഞ്ചായത്ത് അധികൃതരും സ്ഥിരീകരിക്കുന്നു. പക്ഷേ 6 മാസം മുമ്പ് നൽകിയ ഈ പരാതി, ഈ വയോധിക, അവർ പാവപ്പെട്ട വ്യക്തി, അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല അവിടെ. അതുകൊണ്ട് അവർക്ക് വേണ്ടി പഞ്ചായത്ത് അധികൃതരും പ്രവർത്തിച്ചില്ല എന്നതാണ് നമുക്ക് അന്വേഷണത്തിൽ നേരിട്ട് ബോധ്യപ്പെട്ടത്. മറ്റൊരു കാര്യം, 11:30 വരുന്ന ഈ പഞ്ചായത്ത് സെക്രട്ടറിക്കോ ഉദ്യോഗസ്ഥന്മാർക്കോ ഈ പാവങ്ങളുടെ പരാതികൾ എങ്ങനെ വായിക്കാൻ മനസ്സിലാകും? ഈ പരാതികൾ പരിഹരിക്കാൻ അവർക്ക് സമയമുണ്ടാകുമോ? കാരണം 3:30 കഴിഞ്ഞാൽ ഭൂരിഭാഗം ഉദ്യോഗസ്ഥരും അവിടെ നിന്നും വീട്ടിലേക്ക് മടങ്ങുന്നു എന്നാണ് പരിസരത്തുണ്ടായിരുന്നവർ പറയുന്നത്. പിന്നെ എങ്ങനെയാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവുക? അരുൺകുമാർ. ആൾക്കാരൊക്കെ കൃത്യസമയത്ത് എത്താറുണ്ട്, ബാക്കിയുള്ളവരൊക്കെ ഓരോ സമയത്താണ് എത്താറുള്ളത്. മാധ്യമങ്ങളോട് എനിക്ക് സംസാരിക്കാൻ സാധിക്കില്ല, പ്ലീസ്. 9 മണിക്ക് എത്തുന്നവരുണ്ട്, 9:30 എത്തുന്നവരുണ്ട്. പുലിയൂർ ഗ്രാമപഞ്ചായത്തിൽ 11 ജീവനക്കാർ ഉണ്ട്. പക്ഷേ നമുക്ക് അറിയാൻ കഴിയുന്നത് സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, AE ഉൾപ്പെടെ 7ഓളം പേർ ഇവിടെ ഇല്ല. ബാക്കിയുള്ളവരൊക്കെ ട്രെയിനിങ്ങിന് പോയിട്ടുണ്ട്, ട്രെയിനിങ് ഉണ്ടല്ലോ. തിരുവനന്തപുരം കാട്ടാക്കട നിയോജക മണ്ഡലത്തിലെ വിളവൂർക്കൽ പഞ്ചായത്തിലാണ്. ഇവിടെ 80% ജീവനക്കാർ ഇപ്പോഴും കസേരകളിൽ എത്തിയിട്ടില്ല. മരം മുറിക്കാൻ വേണ്ടി വീടിൻ്റെ വരെ കൂടെ കിടക്കണം, മരം മുറിക്കാൻ വേണ്ടി പറഞ്ഞൊക്കെ ഇതുവരെയും സാധിച്ചത്. അതിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നത്. എൻ്റെ ഭർത്താവ് കിടയാണ്, എൻ്റെ പേര് സുലോയനയാണ്. ഒരാളൊഴിവ്, ഇവിടെ ആരുമില്ല. ഒരാൾ ഓടിയാണ്. നമ്മളൊരു 10:15 ഒക്കെയാണ്, 10:15, 10:30 വരെ ലീവൊന്നും ആക്കാറില്ല. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അവർ ഓൾറെഡി ലീവ് നമുക്ക് തരും. ഗതാഗതക്കുറിച്ച് ചെറുതായിട്ടൊരു കാരണമാവുന്നുണ്ട്. റീസണായിട്ട് പറയാൻ പറ്റുമോ ഈ വൈകി വരുന്നതിന്? അല്ല, അത് റീസണല്ല. MN കാരശ്ശേരി മാഷ് നമുക്കൊപ്പം ചേരുന്നു, സാമൂഹ്യ നിരീക്ഷകൻ. മാഷേ, ആരുമില്ലാത്തവർക്ക് ദൈവം തുണയെന്നാണല്ലോ പറയാറ്. ദൈവം പോലും തുണയ്ക്കാത്തൊരു ഘട്ടത്തിലാണ് 6 മാസക്കാലം ഈ വിളവൂർക്കൽ പഞ്ചായത്തിൽ കയറി ഇറങ്ങി നടന്നതാണ് സുലോചനാമ്മ. 10 മണിക്ക് എത്തേണ്ട സെക്രട്ടറി 10:30-ക്കും 11:00-നും 11:30-ക്ക് എത്തുന്നു. ഇനി ഈ സെക്രട്ടറി എവിടെ പോയി എന്ന് അസിസ്റ്റന്റ് സെക്രട്ടറിക്കും അറിയില്ല, സീനിയർ സൂപ്രണ്ടിനും അറിയില്ല, സീനിയർ ക്ലർക്കിനും അറിയില്ല. പകുതിയിലേറെ ജീവനക്കാരും 10:30 ആയിട്ടും ഇത് കേരളത്തിലെ വിവിധ പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും എത്തിയിട്ടില്ല. ഞങ്ങൾ തത്സമയം 10 മണി മുതൽ 11 മണി വരെ ഞങ്ങളുടെ ക്യാമറ കണ്ണുകൾ കണ്ട കാഴ്ചയാണ്. ഇതേപോലുള്ള എത്ര സുലോചനാമ്മമാരുടെ ജീവിതങ്ങളാണ് ഈ ഫയലുകളിൽ ഉറങ്ങുന്നുണ്ടാവുക? MN കാരശ്ശേരി മാഷേ, എന്താ നന്നാവാത്ത നമ്മൾ? അരുൺകുമാർ, ആരുമില്ലാത്തവർക്ക് ദൈവം തുണ എന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ. ആരുമില്ലാത്തവർക്ക് മാധ്യമം തുണ എന്നാണ് നമ്മളിന്ന് പറയേണ്ടത്. റിപ്പോർട്ടർ TV-യുടെ ഈ ഇടപെടൽ വളരെ മാതൃകാപരമായി എല്ലാ മലയാളികൾക്കും വേണ്ടി ഞാൻ നിങ്ങളുടെ ചാനലിനോട് നന്ദി പറയുന്നു. എനിക്കൊരു ചെറിയ അപേക്ഷയുള്ളത്, ഇത് ഒരു സ്ഥിരം പരിപാടിയാക്കിയിട്ട് സിവിൽ സ്റ്റേഷൻ, മെഡിക്കൽ കോളേജ്, യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സ്ഥാപനങ്ങളുണ്ടല്ലോ. അപ്പോൾ അവിടെയൊക്കെ ഈ തരത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇന്നല്ല, അപ്പോൾ ആളില്ലാ കസേരകൾ എന്നുള്ള ചെമ്മനം ചാക്കോവിൻ്റെ കവിത വന്നിട്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 20 കൊല്ലമായി. അതിനും ഒരു 5-8 കൊല്ലം മുമ്പാണ് ഈ വാസുവിൻ്റെ ചുവപ്പ് നാട എന്നുള്ള നോവൽ വന്നത്. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് 67 എൻ്റെ ഓർമ്മ, ഓടയിൽ നിന്ന് എന്നൊരു പഴയ സിനിമയുണ്ട്, സത്യനും നസീറും കയർ വിജയൊക്കെയാണ്. അതിൽ ഒരു സർക്കാർ ഓഫീസിൽ കയറി ഇറങ്ങുന്ന എൻ്റെ ദുരിതം മുതുകുളൻ രാഘമ്പോൾ അവതരിപ്പിച്ചിട്ടുണ്ട്.
അത് 10 കൊല്ലം ഒരു പേപ്പറിൻ്റെ പിന്നാലെ നടന്നു എന്നാണ് അതിൽ കാണിച്ചത്. അതൊക്കെ അതിശയോക്തിയായിരിക്കാം. പക്ഷേ എനിക്കറിയാം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയിട്ട് എനിക്ക് 40 കൊല്ലത്തെ ബന്ധമുണ്ട്. ഞാൻ വിദ്യാർത്ഥിയായിട്ട് ചെന്ന് പിന്നെ അവിടെ അധ്യാപകനായി അനവധി കാലം ജോലി ചെയ്തു. അവിടുത്തെ ഓഫീസുകളിലൊക്കെ ഈ തരത്തിലുള്ള അനാസ്ഥ, എല്ലാവരും ചീത്തയാണെന്നെല്ലാം പറഞ്ഞ് അനാസ്ഥയുണ്ട്. പിന്നെ അരുൺ അറിയാമായിരിക്കും, മലയാളികൾ കൃത്യമായിട്ട് ജോലി ചെയ്യാത്ത കേരളത്തിൽ മാത്രമാണ്. മലയാളി ബോംബെയിലോ മദിരാശിയിലോ കൽക്കട്ടയിലോ ഡൽഹിയിലോ ദുബായിലോ ന്യൂയോർക്കിലോ ഫ്രാങ്ക്ഫർട്ടിലോ പാരീസിലോ ഒക്കെ ഒന്നാം തരമായിട്ട് ജോലി ചെയ്യും. നല്ല ജോലിക്കാരാണ് മലയാളികൾ. കേരളത്തിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ എന്താണ് പഞ്ചായത്ത് ഓഫീസിലെ പ്രശ്നം? ആ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഒരു പാർട്ടിയുണ്ട്, ഒരു സംഘടനയുണ്ട്, അല്ലെങ്കിൽ ഒരു ജാതിയുണ്ട്, അല്ലെങ്കിൽ ഒരു മതമുണ്ട്. ചെയ്യാൻ കഴിയില്ല കേരളത്തിൽ. ഇതിപ്പോൾ ഇവിടുത്തെ മുഖ്യമന്ത്രി വെച്ചാൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ മാധ്യമങ്ങൾ ഇത് ഏറ്റെടുക്കുന്നു എന്നുള്ളത് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ കിടിലം കൊള്ളിക്കുന്ന ഒന്നായിരിക്കും. കാരണം ഒരു മെഡിക്കൽ കോളേജ് ഓഫീസിൽ, അല്ലെങ്കിൽ സിവിൽ സ്റ്റേഷനിൽ, അല്ലെങ്കിൽ വേറൊരു KCB ഓഫീസിൽ ഒരു ക്യാമറ, അപ്പോൾ CCTV ക്യാമറ അവിടെ ഉണ്ട്, പക്ഷെ അത് പുറത്തേക്ക് വരില്ലല്ലോ. ആ തരത്തിൽ ഇത് ഒരു പോരാട്ടമായിട്ട് റിപ്പോർട്ടർ TV ഏറ്റെടുക്കണമെന്നാണ് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നത്. കാരണം ഞങ്ങളിത് അപ്രതീക്ഷിതമായിട്ടാണ് ഈ വിളവൂർക്കൽ പഞ്ചായത്തിൽ എത്തുന്നതും ഈ സുലോചനാമ്മയെ കാണുന്നതും. ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ 6 മാസമായി സുലോചനാമ്മ കിടപ്പിലായ ഭർത്താവിനെ വീട്ടിലാക്കി ഈ വിളവൂർക്കൽ പഞ്ചായത്തിൽ വന്ന് പറയുന്നു. അവരൊറ്റ കാര്യമേ പഞ്ചായത്ത് സെക്രട്ടറിയോട് പറഞ്ഞുള്ളൂ, ശ്രീ കാരശ്ശേരി മാഷേ. എന്താണെന്നറിയോ? അവരുടെ വീടിൻ്റെ പുറത്തോട്ട് ചാഞ്ഞു കിടക്കുന്ന മരം ഒന്ന് മുറിച്ചു തരണം. അത് മുറിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്, ചട്ടത്തിലുള്ളതാണെന്ന് ബോധ്യപ്പെട്ടു. പക്ഷേ ആ മരത്തിൻ്റെ വേര് നിൽക്കുന്നത് ഒരു പോലീസുകാരൻ്റെ പുരയിടത്തിലാണ്. ഈ പഞ്ചായത്ത് അനങ്ങിയില്ല. ഈ സുലോചനാമ്മയെ കേട്ടില്ല. പക്ഷെ ഞങ്ങളുടെ ക്യാമറ കണ്ടെത്തി, തത്സമയമാണ്, ലൈവ് ആയതുകൊണ്ട് തന്നെ തടയാൻ കഴിഞ്ഞില്ല. 4.5 മണിക്കൂർ കൊണ്ട് പരിഹാരമായി. തടസ്സം നിന്ന KCBക്ക് മെയിൽ പോയി, സെക്രട്ടറിക്ക് മെയിൽ പോയി, പോലീസ് ഉദ്യോഗസ്ഥന് മെയിൽ പോയി. നാളെ സ്വയം മുറിച്ചു കൊടുക്കാമെന്ന് പോലീസുകാരൻ ഇമെയിലായിട്ട് മറുപടിയും പറഞ്ഞു. 4.5 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റുമായിരുന്നത് 6 മാസമായി മുടക്കി കാരശ്ശേരി മാഷേ. അതെ അരുൺ, അതായത് നിങ്ങൾ ഇങ്ങനെ ഒരു പന്തി തുടങ്ങുകയാണെങ്കിൽ കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ അവരുടെ മൊബൈലിൽ വീഡിയോ പിടിച്ച് അല്ലെ ഫോട്ടോ പിടിച്ച് നിങ്ങൾക്ക് അയച്ചു തരും. ഇത് കേൾക്കുന്ന ആളുകൾക്കൊക്കെ വളരെ ആവേശം തോന്നും. അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ MAക്കും MPhilനും PhDക്കും ഒക്കെ പഠിച്ച ആളാണ്. അപ്പോൾ എൻ്റെ കൂടെ റിസർച്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വിദ്യാർത്ഥി വന്നു. അപ്പോൾ ഗൈഡ്ഷിപ്പിന് അപ്ലൈ ചെയ്യണം. ഗൈഡ്ഷിപ്പിന് അപ്ലൈ ചെയ്യാൻ 1 കൊല്ലം കഴിയണം, അല്ലെങ്കിൽ ഞാൻ ഗവേഷണ ബിരുദം എടുത്തതല്ലാത്തൊരു വിഷയത്തിൽ എൻ്റെ ഒരു പ്രബന്ധം പ്രസിദ്ധീകരിക്കണം. അപ്പോൾ ഇത് രണ്ടും കഴിഞ്ഞ് 1 കൊല്ലവും കഴിഞ്ഞ് വേറെ പ്രബന്ധം പ്രസിദ്ധീകരിച്ച് ഞാൻ അപേക്ഷ കൊടുത്തു. ഇത് എൻ്റെ സുഹൃത്തുക്കളാണ് ഓഫീസിലൊക്കെ ഉള്ളത്. അപ്പോൾ അവർ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, അത് മാഷ് വേറെ ഒരു പ്രബന്ധം തന്നിട്ടില്ല. അപ്പോൾ ആ കോളത്തിൽ അങ്ങനെ ഉണ്ട് എന്നും അതിവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓഫീസിൽ നിന്ന് ചോദിച്ചു, നോക്കുമ്പോൾ എന്താ അത് തുറന്നു നോക്കിയിട്ടില്ല, അത് തുറന്നു നോക്കണ്ടേ. അപ്പോൾ ഇപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ റിട്ടയർ ചെയ്തിട്ട് 10-13 കൊല്ലമാണ്. ഇപ്പോൾ ഫേസ്ബുക്ക്, വാട്സപ്പ്, യൂട്യൂബ്, പണ്ട് ഞങ്ങളൊക്കെ ജോലി ചെയ്യുന്ന കാലത്താണെങ്കിൽ രാവിലെ 11 മണിക്ക് ഒരു ചായ കുടിക്കാൻ പോവുക, 3 മണിക്ക് ഒരു ചായ കുടിക്കാൻ പോവുക, പിന്നെ കുറച്ച് യൂണിയൻ പ്രവർത്തനം, കുറച്ച് പരിദോഷണം, കുറച്ച് ജോലി. അതായത് 10 ദിവസം കൊണ്ട് ചെയ്യേണ്ട, അല്ല 1 ദിവസം കൊണ്ട് ചെയ്യേണ്ട ജോലി 10 ദിവസം കൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് സാമാന്യമായ രീതി. മലയാളികളുടെ രീതിയല്ല, കേരളത്തിൽ ജോലി ചെയ്യുന്ന മലയാളികളുടെ രീതി ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് ജനങ്ങളുടെ മുമ്പാകെ വരും. ഇപ്പം ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദം നമ്മൾ പറയുമല്ലോ. അതുകൊണ്ട് മാധ്യമം, പ്രത്യേകിച്ച് ചാനൽ, ഇത് പിടിച്ചു കൊടുക്കുക എന്ന് വന്നാൽ നിങ്ങളത് പ്രഖ്യാപിക്കണം. ഞങ്ങൾ എല്ലാ ഓഫീസുകളിലും ഈ തരത്തിലുള്ള ഒരു വീക്ഷണ കേന്ദ്രം വൈകാതെ തുടങ്ങും എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ മാറും. ഇവരൊക്കെ കൈക്കൂലിക്കാരൊന്നുമല്ല. ഇവിടുത്തെ ശരി, കാരശ്ശേരി മാഷ് കൂടി അഭിപ്രായപ്പെട്ട സ്ഥിതിക്ക് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചതാണെങ്കിലും പ്രേക്ഷക സമക്ഷം അറിയിക്കുന്നു, റിപ്പോർട്ടർ ഇതൊരു ക്യാമ്പയിനായി തന്നെ ഏറ്റെടുക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ തദ്ദേശ സ്ഥാപനങ്ങളിലാണ് പോയത്. കേരളത്തിൽ വരും ദിവസങ്ങളിലും സർക്കാർ ഓഫീസുകളിലും സർവകലാശാലകളിലും കോളേജുകളിലും സ്കൂളുകളിലും ഞങ്ങളുടെ ക്യാമറാ സംഘവും വാർത്താ സംഘവും ഉണ്ടാവും. തിരുവനന്തപുരത്ത് നിന്നും ഞങ്ങൾ ജനങ്ങളുടെ പ്രതികരണം തേടി. ആ പ്രതികരണം കൂടി ഒന്ന് കേട്ടുവരാം. കാരശ്ശേരി മാഷെ തുടരണം, ഒരു നിമിഷം. ചേട്ടാ, ഇപ്പം പല സർക്കാർ ഓഫീസുകളിലായാലും പഞ്ചായത്തുകളിലായാലും പല ഉദ്യോഗസ്ഥരും ലേറ്റ് ആയിട്ടാണ് വരുന്നത്. 10 മണി എന്നുള്ള സമയത്തിലല്ല അവർ എത്തുന്നത്. പലതും 1 മണിക്കൂർ അല്ലെങ്കിൽ പല മണിക്കൂറുകളും ലേറ്റായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പൊ അത്തരത്തിൽ അങ്ങനെ ലേറ്റായി വരാനുള്ള, സർക്കാർ ഉദ്യോഗസ്ഥർ ലേറ്റായി വരാനുള്ള ഒരു കാരണം എന്തായിരിക്കും ചേട്ടാ? ഒരു 70% അവർക്ക് അനാസ്ഥയാണ്.
പിന്നെ നമ്മളെ സിറ്റി ട്രാഫിക്കും അതും ഇതൊക്കെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടായിരിക്കും അവർ വരാൻ താമസിക്കുന്നതെന്നാണ് പിന്നെ തോന്നുന്നത്. 70% അനാസ്ഥയാണ്. അവരുടെ വീട്ടിലെ കാര്യങ്ങളും അതും ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്ക് 10 മണി കഴിഞ്ഞിട്ടൊക്കെയാണ് എല്ലാവരും ഓഫീസിൽ കയറുന്നത്. ശരിക്കും ഒരു ജോലി കിട്ടുന്നത് വരെ ജോലി കിട്ടണമെന്നുള്ളത്. ജോലി കിട്ടിക്കഴിഞ്ഞാൽ സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളിലെല്ലാം താമസിച്ച ആൾക്കാർ പോകാറുള്ളൂ. പിന്നെ അവിടെ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല. അതാണ് പ്രശ്നം. ഇന്ന് രാവിലെ റിപ്പോർട്ടർ ടിവിയിൽ ലൈവ് കണ്ടായിരുന്നോ? അപ്പൊ അത്തരത്തിൽ അവർ ലേറ്റ് ആയി വരാനുള്ള ഒരു കാരണം എന്തായിരിക്കും? അവരൊക്കെ അതിനുള്ള ഒരു കൃത്യനിഷ്ഠയോ ഒരു കൃത്യനിഷ്ഠയോ ഒന്നുമില്ല. പുള്ളി അവർ ആർക്കോ വേണ്ടി ജോലി ചെയ്യുന്നു, എടുക്കുന്നു, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഭാവത്തിൽ അവർ വരുന്നു. പിന്നെ അതിനെതിരെ നമ്മൾ ഗവൺമെൻറ് ശക്തമായി തന്നെ അതിനെ നേരിടണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നാലേ അവർക്കതൊരു പാഠമായി മാറും. ചേട്ടന് അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പല കാര്യങ്ങളിലും ഇപ്പോൾ എനിക്കങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. കോർപ്പറേഷൻ ഓഫീസിലും അതിൽ കാര്യങ്ങളിലൊക്കെ പോയിട്ട് ഇപ്പോൾ അവരെൻ്റെ അടുത്ത് അനാസ്ഥ കാണിച്ചിട്ടുണ്ട്. അതിനെതിരെ ഞാൻ പോയിട്ടുമുണ്ട്. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ്. ചേട്ടന് അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, എനിക്ക് ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷെ പലരും അങ്ങനെ പറയാറുണ്ട്. ഉദ്യോഗസ്ഥർ ലൈറ്റായിട്ട് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ബ്ലോക്ക്, ഗതാഗത തടസ്സങ്ങൾ, അത് ഉണ്ടായത് കാരണം അങ്ങനെ സംഭവിക്കും. അല്ല എന്താ അല്ല, അവരുടെ ഒരു അലംഭാവമായിരിക്കും. ഇല്ല, അഹങ്കാരമായിരിക്കും എന്നുള്ളത് എനിക്കറിയില്ല. കാരണം നമുക്ക് അറിയില്ലല്ലോ. ചേട്ടൻ അങ്ങനെ ഒന്നും എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിട്ടില്ല? ഇല്ല, എൻ്റെ ഇതിലൊക്കെ കയറുന്ന ആളുകളൊക്കെ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ജോലിക്ക് പോകുന്ന ആളുകളാണ്. അവരൊക്കെ കറക്റ്റ് ടൈമിന് എത്തിക്കണം ചേട്ടാ, കറക്റ്റ് ടൈമിന് എനിക്ക് അവിടെ ഫിംഗർ ചെയ്യണം, പെട്ടെന്ന് എത്തണം എന്നുള്ള ബോധത്തോടു കൂടി പോകുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുള്ളത്, എൻ്റെ വണ്ടിക്കകത്ത് കയറിയിട്ടുള്ളത്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഒരു അനാസ്ഥയല്ലേ? അവരുടെ വീട്ടിലെ വല്ല പ്രോബ്ലംസ് ആയിരിക്കും. അല്ലാതെ പിന്നെ എങ്ങനെയാണ് ലേറ്റ് ആയത്? ആൾക്കാരൊക്കെ കൃത്യസമയത്ത് എത്താറുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഓരോ സമയത്താണ് എത്താറുള്ളത്. മാധ്യമങ്ങളോട് എനിക്ക് സംസാരിക്കാൻ സാധിക്കില്ല, പ്ലീസ്. 9 മണിക്ക് എത്തുന്നവരുണ്ട്, 9:30 എത്തുന്നവരുണ്ട്. പുലിയൂർ ഗ്രാമപഞ്ചായത്തിൽ 11 ജീവനക്കാർ ഉണ്ട്. പക്ഷേ നമുക്ക് അറിയാൻ കഴിയുന്നത് സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, AE ഉൾപ്പെടെ 7ഓളം പേർ ഇവിടെ ഇല്ല. ബാക്കിയുള്ളവരൊക്കെ ട്രെയിനിങ്ങിന് പോയിട്ടുണ്ട്. ട്രെയിനിങ് ഉണ്ടല്ലോ. തിരുവനന്തപുരം കാട്ടാക്കട നിയോജക മണ്ഡലത്തിലെ വിളവൂർക്കൽ പഞ്ചായത്തിലാണ്. ഇവിടെ 80%-ലേറെ ജീവനക്കാർ ഇപ്പോഴും കസേരകളിൽ എത്തിയിട്ടില്ല. മരം മുറിക്കാൻ വേണ്ടി വീടിൻ്റെ വരെ കൂടെ കിടക്കണം, മരം മുറിക്കാൻ വേണ്ടി പറഞ്ഞൊക്കെ ഇതുവരെയ്ക്കും സാധിച്ചില്ല. അതിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നത്. എൻ്റെ ഭർത്താവ് കിടയാണ്. എൻ്റെ പേര് സുലോയനയാണ്. ഒരാളൊഴിവ്, ഇവിടെ ആരുമില്ല. ഒരാൾ ഓടിയാണ്. നമ്മളൊരു 10:15 ഒക്കെയാണ്. 10:15, 10:30 വരെ ലീവൊന്നും ആക്കാറില്ല. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അവർ ഓൾറെഡി ലീവ് നമുക്ക് തരും. ഗതാഗതക്കുറിച്ച് ചെറുതായിട്ടൊരു കാരണം ആവുന്നുണ്ട്. റീസണായിട്ട് പറയാൻ പറ്റുമോ ഈ വൈകി വരുന്നതിനെ? അല്ല, അത് റീസൺ അല്ല. കേരളത്തിലുടനീളം തദ്ദേശ സ്ഥാപനങ്ങളുടെ വിവിധ ഓഫീസുകളിൽ റിപ്പോർട്ടറിന്റെ വാർത്താ സംഘം രാവിലെ 10 മണി മുതൽ 11 മണി വരെ കണ്ടതാണ്. പകുതിയിലധികം കസേരകളും ഒഴിഞ്ഞുകിടക്കുന്നു. കൃത്യസമയത്ത് സെക്രട്ടറി മുതലുള്ള ഉദ്യോഗസ്ഥർ പലരും എത്താറില്ല. എറണാകുളം ജില്ലയിലെ ഉദയംപേരൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലും ഉദ്യോഗസ്ഥരെത്തിയത് നേരം വൈകി. 10 മണിക്ക് ഓഫീസ് സമയം ആരംഭിക്കുമ്പോൾ സെക്രട്ടറിയുടെ കസേര ഉൾപ്പെടെ പലതും ഒഴിഞ്ഞുകിടക്കുന്നു. പഞ്ചിങ് സംവിധാനമില്ലാത്തതിനാൽ സമയക്രമം പാലിക്കുന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. ചോദിക്കാനും ആരുമില്ല. ഒരു 9:50 കൂടി എറണാകുളം ഉദയംപേരൂർ ഗ്രാമപഞ്ചായത്തിന് മുന്നിലെത്തിയിരുന്നു. ഇവിടെ ദൃശ്യങ്ങളിൽ കാണാം, പഞ്ചായത്തിന് മുന്നിലാണുള്ളത്. നമ്മൾ എത്തുന്ന സമയത്ത്, നമ്മൾ ലൈവിൽ നിൽക്കുന്ന സമയം വരെയും എന്തായാലും ഓഫീസിൽ സെക്രട്ടറി എത്തിയിട്ടില്ല. നമ്മൾ ലൈവിൽ നിൽക്കുമ്പോൾ ഏകദേശം ഒരു 10:50 കൂടി പ്രസിഡന്റ് അകത്തേക്ക് കയറിപ്പോയിരുന്നു. ഉദ്യോഗസ്ഥരുടെ എണ്ണം പറയുകയാണെങ്കിൽ സ്റ്റാഫ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 18 ആയിരുന്നു. ഈ അടുത്ത് ഒരാൾ റിട്ടയർഡായി. അതുകൂടാതെ ഒരാൾ ഇപ്പോൾ ലോങ് ലീവിലാണ്. അങ്ങനെ നോക്കുമ്പോൾ 16 ആളുകളാണ് ഇന്ന് 10 മണിയോടുകൂടി ഓഫീസിൽ എത്തിച്ചേരേണ്ടിയിരുന്നത്. എത്ര പേര് എത്തി എന്നുള്ളത് നോക്കേണ്ടതുണ്ട്. സെക്രട്ടറി ഒക്കെ എത്തുന്ന സമയം എങ്ങനെയാണ് സാധാരണഗതി? ഒരു 10 മണി. ഈ ബാക്കി സ്റ്റാഫുകളൊക്കെ ആ സമയത്ത് തന്നെ കൃത്യമായി എത്താറുണ്ട്. സുജിയ, നമുക്ക് സെക്രട്ടറിയോട് കാര്യങ്ങളൊന്ന് ചോദിക്കാം. എത്ര മണിക്കാണ് സ്റ്റാഫൊക്കെ ഇവിടെ കൃത്യമായി ഒരു സമയത്ത് എത്താറ്? സ്റ്റാഫ് കൃത്യം ഇവിടെ സ്വീപ്പർമാരാണെങ്കിൽ 8:30, 8 മണിയൊക്കെ ആകുമ്പോൾ എത്തും. പിന്നെ നമ്മുടെ OAമാരുണ്ട്, അവർ ഒരു 9:15 ആകുമ്പോൾ എത്തും.
അപ്പോൾ നമ്മൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്, സെക്രട്ടറിയുടെ ഓഫീസിൽ എഴുതി വെച്ചിരിക്കുന്ന സമയം വളരെ വിലപ്പെട്ടതാണ്. എൻ്റെയും നിങ്ങളുടെയും. പുറത്ത് കുറച്ചധികം ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അവരുടെയും സമയം വിലപ്പെട്ടതാണ്. ഈ പറഞ്ഞ 2 ആളുകൾ ഓഫീസിൽ വന്ന ശേഷമാണോ ഈ മീറ്റിങ്ങിന് പോയിരിക്കുന്നത്? അതെ, ഇവിടെ വന്ന് സൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് പോയിരിക്കുന്നതാണ്. ഇവിടെ നിലവിൽ പഞ്ചിൻ സംവിധാനമാണോ രജിസ്റ്ററാണോ? ഇവിടെ രജിസ്റ്ററുള്ള പഞ്ചിൻ സംവിധാനമില്ല. പഞ്ചിൻ സംവിധാനമില്ല, അറ്റൻഡൻസ് രജിസ്റ്ററാണ്. നമ്മൾ സമയം 10 to 5 ആണല്ലോ അല്ലേ? അതെ, 10 to 5 ആണ്. സെക്രട്ടറി സാധാരണഗതിയിൽ എത്തിച്ചിരുന്ന സമയം എത്രയാണ്? ഞാൻ 10 മണിക്ക് എത്താറുണ്ട്. എൻ്റെ വീട് തൊടുപുഴയാണ്. അപ്പോഴത്തേക്കും 12 ചിലപ്പോൾ ബ്ലോക്ക് ആയാലും ഒരു 10:15 ആകുമ്പോൾ എത്തും. ഇന്ന് എനിക്ക് അവിടെ തൃപ്പൂണിത്തുറ വന്നിട്ട് ബാങ്കിൽ നിന്ന് കയറേണ്ട ആവശ്യമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയത്. സെക്രട്ടറി, താങ്കളിപ്പോൾ ഈ രജിസ്റ്റർ ഞങ്ങൾക്ക് വിസിബിളായി കാണിക്കേണ്ടതില്ല, അത് ഞങ്ങൾ പുറത്തേക്ക് കാണിക്കുന്നുമില്ല. പക്ഷേ ആ രജിസ്റ്ററിൽ താങ്കൾക്കൊന്ന സമയം ഇപ്പോൾ ഒന്ന് കൃത്യത വരുത്താൻ കഴിയുമോ? ഓരോ ആളുകൾ വന്ന സമയം ഇപ്പോഴൊന്ന് കൃത്യത വരുത്താൻ കഴിയുമോ? പബ്ലിക്കിലേക്ക് പോവുകയോ ഒന്നുമില്ല, ക്യാമറ താങ്കളുടെ രജിസ്റ്ററിലേക്ക് വരികയുമില്ല. ഓക്കെ, ഞാനതൊന്ന് എടുപ്പിക്കട്ടെ. അതിന് സമയം വേണ്ടി വരും. അതിന് ഒരു 5 മിനിറ്റെങ്കിലും വേണ്ടി വരും. പറഞ്ഞതുപോലെ ഉദയംപേരൂരിലെ പഞ്ചായത്ത് സെക്രട്ടറി ആവശ്യപ്പെട്ടത് 5 മിനിറ്റ് ആയിരുന്നു. നമ്മൾ ഈ പറഞ്ഞതുപോലെ 13 മിനിറ്റ് പിന്നിട്ടിരിക്കുന്നു. അദ്ദേഹം 5 മിനിറ്റിനുള്ളിൽ തന്നെ ഈ രജിസ്റ്റർ നമ്മളെ കാണിക്കാം, അല്ലെങ്കിൽ ഇതിലെ സമയം കൃത്യമായി അറിയിക്കാമെന്നാണ് പറഞ്ഞത്. നമുക്ക് വീണ്ടും അദ്ദേഹത്തിൻ്റെ ക്യാബിനിലേക്ക് ഒന്നുകൂടി കയറേണ്ടതുണ്ട്. അത് കൃത്യമായിട്ട് നമ്മുടെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓരോരുത്തരും വന്നു കഴിയുമ്പോൾ അവരവരുടെ പേരുകൾ എഴുതി, ഡേറ്റും എഴുതി, അവർ കൃത്യമായിട്ട് അവർ രജിസ്റ്ററിൽ അവർ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്ര മാത്രമാണ് ചോദ്യം. 16 സ്റ്റാഫ് ഈ ഓഫീസിൽ നിന്ന് അറ്റൻഡ് ചെയ്യപ്പെടണം. അവർ 10 മണിക്ക് മുൻപ് ഈ ഓഫീസിലുണ്ടോ? 16 സ്റ്റാഫിൽ PTS അതുപോലെ മറ്റുള്ള സ്റ്റാഫുകളെല്ലാം 10 മണിക്ക് മുമ്പ് തന്നെ എത്തിയിട്ടുണ്ട്. 10 മണിക്ക് ശേഷം വന്നേക്കുന്നത് ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ 10 മണിക്ക് ശേഷമാണ് വന്നത്. അതുപോലെ തന്നെ വേറെ സ്റ്റാഫും 10 മണിക്ക് ശേഷമാണ് വന്നിരിക്കുന്നത്. ആരൊക്കെ എത്തിയിട്ടില്ലെന്നാണ് അവിടുന്ന് പറഞ്ഞത്? ഓവർസിയറും അസിസ്റ്റന്റ് എഞ്ചിനീയറും. ഓഫീസർമാർ എത്തിയിട്ടില്ല, അതുകൊണ്ട് കാത്തിരിക്കാനാണ് പറഞ്ഞത് അല്ലേ? അവർ ഫീൽഡിലാണെന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഇതിന് മുമ്പ് ഇതേ ആവശ്യത്തിന് വേണ്ടി ഓഫീസിൽ വന്നിട്ടുള്ള ആളാണ്? ഇന്നലെ വന്നിരുന്നു. ഇന്നലെ വന്നപ്പോഴാണ് പറഞ്ഞത് റിപ്പോർട്ടാക്കി താഴത്തേക്ക് സെക്ഷനിലേക്ക് കൊടുത്തേക്കാന്ന് പറഞ്ഞു. 2 ദിവസമായി കയറി ഇറങ്ങുന്ന ആളാണ്. ഇന്നലെ അറിയിച്ചത് റിപ്പോർട്ടാക്കി നൽകിയിരിക്കും, ഇന്ന് ലഭിക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ ഇന്ന് അദ്ദേഹം വന്നിട്ടും ഇവിടെ സ്റ്റാഫ് എത്താത്തത് കൊണ്ട്, അവർ പുറത്താണ് എന്ന് അറിയിച്ചതുകൊണ്ട് ഇദ്ദേഹത്തിന് കാത്തിരിക്കേണ്ടി വന്നിരിക്കുകയാണ്. ഇപ്പോൾ സമയം 12 മണി പിന്നിട്ടിരിക്കുന്നു. 12:10 ആകുന്നു. അതായത് ഇന്നലെ വന്നിരുന്നു. അപ്പോൾ ഇന്ന് വന്നാൽ റിപ്പോർട്ട് നൽകുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോഴും റെഡി ആയിട്ടില്ലേ? അത് ഓർച്ചർക്ക് അറിയാം. ഞാൻ ക്ലറിഫിക്കേഷനെയാണ്. അവർ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, അവരെല്ലാവരും സൈറ്റിൽ പോയിക്കുക. അവർ സാധാരണ ഏത് സമയത്താണ് ഓഫീസിൽ വരാറ്? അവർ 10 മണിക്ക് 10:10 ഇടയ്ക്ക് എടുക്കാറുണ്ട്. എല്ലാവരും 10:10 ഇടയ്ക്കായിട്ട്. ഇന്നിപ്പം അവർ വന്നു? അപ്പോൾ അവരുണ്ട്, അവർ സൈറ്റിലാണ്. അവർ ഓഫീസിൽ വന്നിരുന്നു? ഓഫീസിൽ വന്നിരുന്നു. വന്ന ശേഷം മറ്റേ ഓവർസിയർമാർ ഇവിടെ ഓവർസിയറുകൾ വന്നിട്ടാണ് പോയത്. ഇവിടെ നിങ്ങൾക്ക് പഞ്ചിൻ സംവിധാനമുണ്ടോ? പഞ്ചിങ് ആയിട്ടില്ല. രജിസ്റ്ററാണോ? ഇത് രജിസ്റ്ററാണ്. തീർച്ചയായും ഈ സമയത്ത് ഒരാൾ ഈ ഓഫീസിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ട ഫയലുകൾ നീക്കാൻ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വേണ്ട സേവനങ്ങൾ നൽകാൻ ആര് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഉദയംപേരൂർ ഗ്രാമപഞ്ചായത്തിലും സെക്രട്ടറിയുടെ അവസ്ഥ പ്രേക്ഷകർ കണ്ടു. സെക്രട്ടറിയുടെ പിന്നിൽ എഴുതി വെച്ചിരിക്കുന്നു, സമയം വളരെ വിലപ്പെട്ടതാണ്, അത് പാലിക്കണം. പക്ഷേ സെക്രട്ടറി തന്നെ എത്തുന്നത് 10 മണി കഴിഞ്ഞ് വൈകിയാണെന്ന് സ്വയം സമ്മതിക്കുന്നു. സെക്രട്ടറിയുടെ കീഴിലുള്ള സ്റ്റാഫിൽ പലരും സമയത്ത് എത്തിയിട്ടുമില്ല. അലി അക്ബർ ഷാ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അലി അക്ബർ ഷാ, വിളവൂർക്കൽ കണ്ടതിന് സമാനമാണ് ഉദയംപേരൂരിലെയും അവസ്ഥയെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പല തദ്ദേശ സ്ഥാപനങ്ങളുടെയും അവസ്ഥയുമാണ്. നമ്മളോട് ഈ എഞ്ചിനീയറെയും ഓവർസിയറെയും സമീപിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞത് അവർ ഫീൽഡ് ഡ്യൂട്ടിക്ക് പോയിരിക്കുന്നുവെന്നാണ്. പക്ഷേ അപ്പോഴും ആ ക്ലർക്കൊന്ന് പതറുന്നുണ്ട്. 10 മണിക്ക്, 10:10, 10:30 പല സമയങ്ങളിലായിട്ടാണ് എത്തുക. പക്ഷേ ഓഫീസിലെത്തി ഒപ്പുവെച്ച് മൂവ്മെൻറ്റ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തി വേണം പോകാൻ എന്നുള്ളത് അവർ മറന്നു. അല്ലേ അലി അക്ബർ ഷാ? അരുൺകുമാർ, അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. നമ്മൾ ഏകദേശം 9:50 തന്നെ ഉദയംപേരൂർ ഗ്രാമപഞ്ചായത്തിന് മുന്നിലെത്തിയിരുന്നു. അതിനുശേഷം എത്ര ഉദ്യോഗസ്ഥർ അതിനകത്തേക്ക് കയറിപ്പോയി എന്ന കാര്യത്തിൽ നമുക്ക് കൃത്യമായ വ്യക്തതയുണ്ട്. അപ്പോഴും ഓഫീസ് സെക്രട്ടറി, പഞ്ചായത്ത് സെക്രട്ടറി ഓഫീസിൽ എത്തിയിട്ടിരുന്നില്ല.
നമ്മൾ ലൈവിൽ നിന്ന ശേഷമാണ് അദ്ദേഹം അകത്തെത്തുന്നത്. അതായത് ഏകദേശം 10:40 10:38 അദ്ദേഹം ഓഫീസിലെത്തുന്നത്. അതിനുശേഷമാണ് അദ്ദേഹത്തോട് നമ്മൾ ഈ 16 സ്റ്റാഫുകളായിരുന്നു ഈ കൃത്യമായി ഓഫീസിൽ ഹാജരാകേണ്ടിയിരുന്നത്. ഇവരെല്ലാം 10 മണിക്ക് മുൻപ് വന്നോ എന്നത് മാത്രമായിരുന്നു നമ്മളുടെ ഫോക്കസ്, അല്ലെങ്കിൽ അത് മാത്രമായിരുന്നു നമ്മളുടെ ചോദ്യം. അതിന് കൃത്യമായ ഒരു ഉത്തരം നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ആദ്യഘട്ടത്തിൽ അദ്ദേഹം എത്തിയെന്ന് പറഞ്ഞു. പിന്നീട് നമ്മൾ ആ സമയത്ത് പുറത്തുണ്ടായിരുന്നു, എല്ലാവരും എത്തിയിരുന്നില്ല എന്ന് നമ്മൾക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം 2 പേർ വൈകിയിരുന്നു, താൻ ഉൾപ്പെടെ 2 പേർ വൈകിയിരുന്നു എന്ന് സമ്മതിക്കുന്നു. അതിനുശേഷമാണ് ഈ പഞ്ചിൻ സംവിധാനം ഇല്ലാത്തത് കൊണ്ട് തന്നെ രജിസ്റ്ററിലാണ് സമയം രേഖപ്പെടുത്തുന്നത്. ഈ സമയത്തിൽ ഒരു കൃത്യത വരുത്താൻ കഴിയുമോ, ഈ സ്റ്റാഫ് എല്ലാം 10 മണിക്ക് മുൻപ് എത്തിയിരുന്നു ഒരു കൃത്യത വരുത്താൻ കഴിയുമോ എന്ന ചോദ്യത്തിനും അദ്ദേഹത്തിന് ഉത്തരമില്ലായിരുന്നു. ആദ്യഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് 5 മിനിറ്റിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു വ്യക്തത നിങ്ങൾക്ക് നൽകാമെന്നാണ്. പിന്നീട് അദ്ദേഹം തന്നെ അത് മാറ്റി പറയുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷമാണ് 3 ദിവസമായി ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ കയറി ഇറങ്ങുന്ന ഒരു യുവാവിനെ നമ്മൾ കണ്ടത്. അദ്ദേഹത്തിന് ബന്ധപ്പെട്ടപ്പോൾ എഞ്ചിനീയറിംഗ് സെക്ഷനിൽ നിന്ന് അദ്ദേഹത്തോട് 2 ദിവസമായി മാറി മാറി വരാൻ പറയുന്നു. ഇന്ന് രാവിലെ വന്നാൽ ഈ പറഞ്ഞത് അദ്ദേഹത്തിന്റെ നൽകേണ്ടിയിരുന്ന റിപ്പോർട്ട് കൃത്യമായി എത്തിക്കുമെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് ഇന്ന് അദ്ദേഹം വന്നത്. ഇന്ന് എത്തിയപ്പോഴും ഓവർസിയർ ഉൾപ്പെടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെ സ്ഥലത്തില്ല, അവർ പുറത്ത് ഇൻസ്പെക്ഷനിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ഇതൊരു പ്രശ്നമല്ലാതായി മാറിയിരിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സാധാരണക്കാർ കാത്തിരിക്കുന്നത് ഒരു പ്രതിസന്ധിയല്ല. തങ്ങൾ അരമണിക്കൂറോ 1 മണിക്കൂറോ ലേറ്റ് ആയാലും കാത്തിരിക്കാൻ ബാധ്യസ്ഥരാണ്, അല്ലെങ്കിൽ അതൊരു സാധാരണക്കാരുടെ ബാധ്യതയാണ് എന്ന നിലയിലുള്ള പെരുമാറ്റമാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മളുടെ പഞ്ചായത്തുകളിലുള്ള അല്ലെങ്കിൽ മറ്റു ഓഫീസുകളിലുള്ള ആളുകൾ എത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നേരത്തെ കാരശ്ശേരി മാഷ് സൂചിപ്പിച്ചതിന്റെ അതിന്റെ കൃത്യമായ ചിത്രം തന്നെയാണ് ഇന്ന് നമ്മൾ കയറി ഇറങ്ങിയ പഞ്ചായത്ത് ഓഫീസുകളിൽ നിന്നും മനസ്സിലായത്. സെക്രട്ടറി, അതായത് ഈ ഓഫീസിന്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകൾ തന്നെ കൃത്യസമയം പാലിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായും എങ്ങനെയാണ് അതിന്റെ താഴെ തട്ടിലേക്ക് വരുന്ന തസ്തികകളിലേക്ക് വരുന്ന ഉദ്യോഗസ്ഥരോട് കൃത്യസമയം പാലിക്കണമെന്ന് പറയാൻ കഴിയുക എന്നൊരു ധാർമ്മിക പ്രശ്നം കൂടിയുണ്ട്. അതുകൂടിയായിരുന്നു നമ്മൾ ഉന്നയിച്ചത്. എന്തായാലും കൃത്യമായി ഉത്തരം നൽകാൻ കഴിയാതിരുന്നത് അപ്രതീക്ഷിതമായുള്ള നമ്മളുടെ ആ കടന്നുചെല്ലൽ കൊണ്ടാണ്. നേരത്തെ അവരോട് അറിയിച്ച് നമ്മൾ ചെന്നിരുന്നെങ്കിൽ സ്വാഭാവികമായും അതിനുള്ള പ്രിപ്പറേഷൻസ് എല്ലാം ഉണ്ടായേനെ. അപ്രതീക്ഷിതമായി ചെന്നപ്പോൾ സ്വാഭാവികമായി അവിടെ സാധാരണക്കാർ അനുഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പകർത്താനും കഴിഞ്ഞിട്ടുള്ളത്. നമ്മൾ ഈ കയറി ചെന്നതിന്റെ അടിസ്ഥാനത്തിൽ മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കാം. എടുത്ത മുഴുവൻ നമ്മളുടെ സംഘാംഗങ്ങൾക്കും ഒരു അഭിനന്ദനം പ്രേക്ഷകർ തന്നെ ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. തീർച്ചയായും ഈ സ്പിരിറ്റ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. ഉദയം പേരൂരിലെയും വിളവൂരിലെയും മാത്രമല്ല, കേരളമെമ്പാടുമുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ ഞങ്ങളുടെ പ്രതിനിധികളെത്തി. എറണാകുളത്തെ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേട്ടിട്ട് തരാം. സർക്കാർ ഉദ്യോഗസ്ഥർ ഓഫീസിൽ വരേണ്ടത് അവരുടെ ഒരു കടമയാണ്. അത് വരാതിരിക്കുക എന്നുള്ളത് വളരെ മോശമാണ്. കാരണം ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങൾ ഓരോരുത്തരും അവരുടെ ഓഫീസുകളിൽ ചെല്ലുന്ന സമയത്ത് അവർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അവരുടെ ഓഫീസിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തുമാത്രമായിരിക്കും. അപ്പോൾ ഓരോരുത്തരും ഓരോ പ്രാവശ്യവും പല പ്രാവശ്യം കയറി ഇറങ്ങി ചെയ്ത് കൊടുക്കുന്ന പല കാര്യങ്ങളും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ട് ഈ സർക്കാർ ഉദ്യോഗസ്ഥർ അവരുടെ ബാധ്യതകളും കടമകളൊക്കെ മറന്നിട്ട് ചെയ്യുക എന്നുള്ളത് വളരെ മോശമാണ്. അതിനൊരു സംശയമില്ല. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഇപ്പോഴത്തെ ഒരു സിസ്റ്റത്തിനല്ല മെയിനായിട്ട്. ഇപ്പോൾ നമ്മളൊക്കെ പബ്ലിക് ഇതിൽ പ്രൈവറ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ശരിക്കും ഇവർക്കും ഈ പറയും പോലെയുള്ള ജോലി ചെയ്യുന്ന എല്ലാവർക്കും അവരുടേതായുള്ള ഒരു ടാർഗറ്റ് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇപ്പോൾ ഗവൺമെൻറ് ഇതിലാണെങ്കിലും ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ, ഇപ്പോൾ നമ്മൾ പ്രൈവറ്റിലൊക്കെ ആണെങ്കിലും ഒരു 10 മണിക്ക് കയറേണ്ട ആൾ ഒരു 10:05 ആയിക്കഴിഞ്ഞാൽ അവരുടെ ഹാഫ് ഡേ കട്ട് ചെയ്യുന്നൊരു സാഹചര്യമാണ്. അപ്പം അങ്ങനെ ഒരു മാൻഡേറ്ററി പ്രൈവറ്റോ പബ്ലിക്കോ എന്നുള്ളതല്ല, ഗവൺമെൻറ്റോ എന്നുള്ളതല്ല, ഏത് സ്ഥാപനങ്ങളിലും അങ്ങനെ കുറച്ച് മാൻഡേറ്ററി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കൂടി കറപ്ഷൻസോ അല്ലെങ്കിൽ കുറേ കൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു സിസ്റ്റം വരും എന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം. ആദ്യം വരേണ്ടത് ഗവൺമെൻറ് തലത്തിൽ നിന്ന് തന്നെയാണ്, അതോറിറ്റിയുടെ അടുത്ത് നിന്ന് തന്നെയാണ് ആദ്യം വരേണ്ടത്. അത് ഗവൺമെൻറ് വിചാരിച്ചാൽ 1 ദിവസം കൊണ്ട് തീർക്കാവുന്ന ഒരു പരിപാടിയുള്ളൂ. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ട്രേഡ് യൂണിയൻ ആൾക്കാരുണ്ടല്ലോ, ഇവരെല്ലാവരും ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഇരിക്കുന്നത്. അവരെല്ലാം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ജീവിക്കുകയും ചെയ്യുന്നത്. അവർ ഒരു ദിവസം വിചാരിച്ചാൽ തീരുന്നൊരു കാര്യമേ ഉള്ളൂ. ഇനി അതുമല്ലെങ്കിൽ എല്ലാ പ്രദേശത്തും ഇപ്പോൾ നമുക്ക് ചെറുപ്പക്കാരുടെ സംഘടനകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വാട്സാപ്പിലുള്ള കൂട്ടായ്മകളുണ്ട്. ഇപ്പോൾ ഏത് ഓഫീസിലാണോ ഇത്ര എംപ്ലോയീസ് താമസിച്ച് വരുന്നത്, അതൊരു 2 റീലെടുത്തിട്ടാൽ മതി. പിന്നെ ആ എംപ്ലോയി ഒരിക്കലും താമസിച്ച് വരത്തില്ല. ശരിക്കും സർക്കാർ ഇത് നിലപാട് ഘടിപ്പിച്ചാൽ മാറാവുന്ന കാര്യമേ ഉള്ളൂ. ഈ നേരത്തെ പറഞ്ഞതുപോലെ സംഘടനകൾ ശരിക്കും പറഞ്ഞാൽ അതിനെ നിലപാട് ഘടിപ്പിക്കുക. സംഘടനകൾ പറയുകയാണ് ഇത്ര മണിക്ക് തന്നെ ഓഫീസിൽ ചേരണം, ഇല്ലെങ്കിൽ അതിന് ഇത് കട്ട് ചെയ്യും, സാലറി കട്ട് ചെയ്യും എന്നുള്ളൊരു തീരുമാനത്തിലെത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് മാറാവുന്ന ഒരു സിസ്റ്റമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഗവൺമെൻറ് ആവശ്യത്തിനായിട്ട് എന്തെങ്കിലും ഒരു ഓഫീസിലോ ഒക്കെ സമീപിക്കുന്ന സമയത്ത് അവിടെ ഇരിക്കുന്നവർക്ക് പോലും അറിയില്ല ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് പോണേന്നും, അല്ലെങ്കിൽ ആരുടെ അടുത്താണ് ഇതിന് കറക്റ്റായിട്ടുള്ള ഒരു കൺസൈസ് ആരുടെ അടുത്തു നിന്നാണ് കിട്ടാന്നുള്ളത് അറിയില്ല. അതിന് ഒരു എക്സ്പീരിയൻസ് എനിക്കും ഉണ്ട്. ഓഫീസ് ബേസ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ പ്രത്യേകിച്ച് കൊച്ചിൻ കോർപ്പറേഷനിൽ പോയി കഴിഞ്ഞാൽ ആർക്ക് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ ഏത് ബിൽഡിങ്ങിലേക്കാന്നുള്ളത്
അവിടുത്തെ സ്റ്റാഫിന് തന്നെ കൃത്യമായിട്ട് അറിയില്ല. സർക്കാർ ഓഫീസ് ചെല്ലുമ്പോൾ അവർ മിക്കപ്പോഴും സീറ്റ് ഉണ്ടാകാറില്ല, മിക്കപ്പോഴും അവധിയൊക്കെ ആയിരിക്കും. അത് തന്നെ ഫയൽ ഇപ്പോൾ ഞാൻ തന്നെ കൺസ്ട്രക്ഷൻ്റെ പേപ്പർ മൂവ് ചെയ്യാനായിട്ട് കോർപ്പറേഷൻ്റെ മറ്റുള്ളവർക്ക് പോകുമ്പോൾ അവർ ഉണ്ടാകാറില്ല, മിക്കപ്പോഴും ഉണ്ടാകാറില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം പേപ്പർ അപ്പം മൂവ് ചെയ്യുന്നുണ്ട്, അപ്പോൾ നമ്മുടെ കൺസ്ട്രക്ഷൻ്റെ ഇത് നീണ്ടു പോകണേണ്. ഇപ്പോൾ തന്നെ ഒരെണ്ണം CRFിലേക്ക് പോയിട്ട് അത് സിറ്റിങ്ങിന് പോലും ആയിട്ടില്ല, അതിങ്ങനെ കെട്ടിക്കിടക്കണേണ് ഇങ്ങനെ. അത് ഭയങ്കര ബുദ്ധിമുട്ട്. ആൾക്കാരൊക്കെ കൃത്യസമയത്ത് എത്താറുണ്ട്, ബാക്കിയുള്ളവരൊക്കെ ഓരോ സമയത്താണ് എത്താറുള്ളത്. മാധ്യമങ്ങളോട് എനിക്ക് സംസാരിക്കാൻ സാധിക്കില്ല പ്ലീസ്. 9 മണിക്ക് എത്തുന്നവരുണ്ട്, 9:30 എത്തുന്നവരുണ്ട്. പുതിയൂർ ഗ്രാമപഞ്ചായത്തിൽ 11 ജീവനക്കാർ ഉണ്ട്. പക്ഷേ നമുക്ക് അറിയാൻ കഴിയുന്നത് സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, AE ഉൾപ്പെടെ 7ഓളം പേർ ഇവിടെ ഇല്ല. ബാക്കിയുള്ളവരൊക്കെ ട്രെയിനിങ്ങിന് പോയിട്ടുണ്ട്, ട്രെയിനിങ് ഉണ്ടല്ലോ. തിരുവനന്തപുരം കാട്ടാക്കട നിയോജക മണ്ഡലത്തിലെ വിളവൂർക്കൽ പഞ്ചായത്തിലാണ്. ഇവിടെ 80% ജീവനക്കാർ ഇപ്പോഴും കസേരകളിൽ എത്തിയിട്ടില്ല. മരം മുറിക്കാൻ വേണ്ടി വീടിൻ്റെ വരെ കൂടെ കിടക്കണം, മരം മുറിക്കാൻ വേണ്ടി പറഞ്ഞൊക്കെ ഇതുവരെയ്ക്കും സാധിച്ചത്. അതിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നത്. എൻ്റെ ഭർത്താവ് കിടയാണ്, എൻ്റെ പേര് സുലോയനയാണ്. ഒരാളൊഴിവ് ഇവിടെ ആരുമില്ല, ഒരാൾ ഓടിയാണ്. നമ്മളൊരു 10:15 ഒക്കെയാണ്, 10:15, 10:30 വരെ ലീവൊന്നും ആക്കാറില്ല. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അവർ ഓൾറെഡി ലീവ് നമുക്ക് തരും. ഗതാഗത കുറിച്ച് ചെറുതായിട്ടൊരു കാരണമാവുന്നുണ്ട്. റീസണായിട്ട് പറയാൻ പറ്റുമോ വൈകി വരുന്നതിന്? അല്ല, അത് റീസൺ അല്ല. പത്ത് 30 മുതൽ 11 മണി വരെയും ഞങ്ങളുടെ റിപ്പോർട്ടിൻ്റെ പ്രതിനിധികൾ ഈ ഓഫീസുകളിൽ തുടർന്നു. 50 മുതൽ 70% വരെയും സീറ്റുകൾ പലയിടങ്ങളിലും ഒഴിഞ്ഞു തന്നെ കിടന്നു. മിന്നൽ പരിശോധനയിൽ പകച്ചുപോയ ഉദ്യോഗസ്ഥർ അവരുടെ സഹപ്രവർത്തകരെ പ്രതിരോധിക്കാൻ വേണ്ടി കള്ളം പറഞ്ഞു. പലരും ട്രെയിനിങ്ങിന് പോയി എന്ന് ഞങ്ങൾ അന്വേഷിച്ചു. ഒരു ട്രെയിനിങ്ങും ആ അർത്ഥത്തിൽ അവിടെ നടക്കുന്നുണ്ടായിരുന്നില്ല. പലരും ഫീൽഡിലാണെന്ന് പറഞ്ഞു. ഞങ്ങൾ അന്വേഷിച്ചു, ആരും ഫീൽഡിലും ഉണ്ടായിരുന്നില്ല. സഹപ്രവർത്തകരെ രക്ഷിക്കാൻ പെട്ടെന്ന് അവർ പ്രതികരിക്കുകയായിരുന്നു. നോക്കൂ, ഈ മണിക്കൂറിൽ ഞങ്ങൾക്കെത്തുന്ന കമൻറ്റുകളിൽ ഒരു പ്രധാനപ്പെട്ട സന്ദേശം ഇതാണ്. എൻ്റെ പേര് മനു, ഖത്തറിൽ ആണ്. സുലോചന അമ്മയുടെ അഡ്രസ്സ് തരുമോ, വീട് വെച്ച് കൊടുക്കാനാണ് എന്ന് മനു ഒരു അഭിപ്രായം പോസ്റ്റ് ചെയ്തിരിക്കുന്നു ഞങ്ങളുടെ യൂട്യൂബിൻ്റെ കമൻറ്റിൽ. മനുവിൻ്റെ ഇമെയിൽ ID ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രതിനിധികൾ തീർച്ചയായും മനുവിനെ ബന്ധപ്പെടും. മനുവിൻ്റെ പരിഗണനയ്ക്കും സ്നേഹത്തിനും നന്ദി. ഇപ്പോൾ തദ്ദേശ വകുപ്പ് മന്ത്രി MB രാജേഷ് പ്രതികരിക്കുന്നുണ്ട് റീൽസ് എടുത്ത വിഷയത്തിൽ. കേൾക്കും ഓഫീസിന്റെ അച്ചടക്കത്തെയോ പ്രവർത്തനത്തെയോ തടസ്സപ്പെടുത്തുകയോ പൊതുജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുകയോ ചെയ്തിട്ടില്ല. ഇപ്പോൾ സർക്കാർ നേരത്തെ തന്നെ ഒരു കാര്യം നിഷ്കർഷിച്ചിട്ടുണ്ട്, പ്രവൃത്തി സമയങ്ങളിൽ ഒരു തരത്തിലുള്ള ആഘോഷവും പാടില്ല എന്നത്. തിരുവല്ലയിലെ നഗരസഭയിലെ ഒരു 2 ജീവനക്കാർ ഞായറാഴ്ചയിൽ അവർ ഒരു റീൽ എടുത്തതാണ് കേരളത്തിൽ വലിയ വിവാദമായി മാറിയത്. അവരുടെ സർഗാത്മകമായ പ്രവൃത്തി പൊതുജനങ്ങളെ ബാധിക്കാതെ ചെയ്ത പ്രവൃത്തിയെ കേരളം പിന്തുണച്ചു. മന്ത്രിയും പിന്തുണയ്ക്കുന്നതിൽ സന്തോഷം. പക്ഷെ മന്ത്രി ഇതുകൂടി ഒന്ന് കേൾക്കണം. തദ്ദേശ സ്ഥാപനങ്ങളിൽ പലതിലും 10 മുതൽ 11 മണി വരെ കൃത്യസമയത്ത് ഓഫീസിലെത്താത്ത ജീവനക്കാരുടെ എണ്ണമാണ് റിപ്പോർട്ടർ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇനി ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ വരുമ്പോൾ നമുക്ക് നോക്കാം വടക്കൻ കേരളത്തിലെ പല പഞ്ചായത്തുകളുടെയും അവസ്ഥ. കേരളത്തിലെ മിക്ക പഞ്ചായത്തുകൾക്കും സമാനമായ അവസ്ഥയാണ് എന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന വിരലിലുണ്ടാവുന്ന സ്ഥാപനങ്ങളുമുണ്ട് എന്നും പറയുകയും വേണം. നമുക്കിപ്പം കാരശ്ശേരി മാഷും തുടരും ഇടവേളയ്ക്ക് ശേഷം. കൊല്ലത്ത് കൊറ്റങ്കര പഞ്ചായത്തിൽ 19 പേരിൽ ഹാജരായത് 12 പേർ. മുൻനിര കസേരകളെല്ലാം ഒഴിഞ്ഞു തന്നെ കിടന്നു ആ 7 പേരെയും കാത്ത്. മലപ്പുറത്ത് കോടൂരിൽ ഗ്രാമപഞ്ചായത്തിലും ഉദ്യോഗസ്ഥരെത്താൻ വൈകി. കണ്ണൂർ കോർപ്പറേഷൻ ഓഫീസിൽ 10-15 ശേഷം ജോലിക്കെത്തിയത് 32 ഉദ്യോഗസ്ഥരാണ്. അതിൽ 6 പേർ എത്തിയതാകട്ടെ 10:45 കഴിഞ്ഞ് 11 മണിക്കിടയിലാണ്. പഞ്ചിങ് ഇല്ലാത്തതിനാൽ ജോലിക്കെത്തിയ ഉദ്യോഗസ്ഥരിൽ പലരും തോന്നുമ്പോഴൊക്കെ രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കുന്ന അവസ്ഥയും ഞങ്ങൾ കണ്ടു. 10 മണിക്ക് ശേഷം എത്തിയവരിൽ പലരും വൈകി എത്തുകയും നേരത്തെ പോവുകയും ചെയ്യുന്ന കാഴ്ചകളും കണ്ടു. പഞ്ചിങ് ഉള്ള സ്ഥലങ്ങളിൽ പഞ്ചിങ് ചെയ്ത് പുറത്തു പോകുന്നവരെയും കണ്ടു. കണ്ണൂരെ ജനങ്ങളും പ്രതികരിച്ചു ഞങ്ങളോട്. പലയിടങ്ങളിലും ജീവനക്കാർ വൈകിയെത്തുന്നത് കണ്ടപ്പോൾ കോഴിക്കോട് കക്കോടി പഞ്ചായത്തിൽ എല്ലാവരും കൃത്യസമയത്തെത്തി. എന്നാൽ കോഴിക്കോട് കോർപ്പറേഷനിൽ ചില ജീവനക്കാരെത്തിയത് 11 മണിയോടുകൂടിയാണ്. കരശ്ശേരി മാഷേ, നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഒരു പ്രേക്ഷകൻ എനിക്ക് അയച്ചു തന്ന ഒരു മെസ്സേജുണ്ട്. ആ മെസ്സേജിൽ ഇന്ന് നഗരസഭകളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ, ജീവനക്കാരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കറങ്ങി നടക്കുന്നൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ജീവനക്കാർ ശ്രദ്ധിക്കുക, റിപ്പോർട്ടർ TV മാധ്യമപ്രവർത്തകർ ഓഫീസുകൾ സന്ദർശിച്ച് ലൈവ് സംപ്രേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഓഫീസ് തുടങ്ങുന്ന സമയത്ത് ഹാജർ നില, പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾ യഥാസമയം പരിഹരിക്കുന്നുണ്ടോ തുടങ്ങി നിരവധി കാര്യങ്ങളിൽ തത്സമയം ജനങ്ങളിൽ എത്തിക്കുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കണം. മാഷു പറഞ്ഞത് അക്ഷരം പ്രതി ഒരു ജീവനക്കാരൻ എനിക്ക് അയച്ചു തന്നതാണ് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പ്രചരിച്ച ഒരു സന്ദേശം.
മാഷെ, എന്താണ് ഈ ഉദ്യോഗസ്ഥരോട് പറയാനുള്ളത്? നമുക്ക് കുറച്ച് സമയമേ ഉള്ളൂ, 1 മിനിറ്റിൽ താഴെ. സ്വകാര്യ കമ്പനികളിൽ ഇതില്ലല്ലോ, സർക്കാർ കമ്പനിയിൽ മാത്രമേ ഉള്ളൂ. സർക്കാരിൽ തന്നെ അടിയന്തരാവസ്ഥ കാലത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഇവിടെ വണ്ടിയൊക്കെ കൃത്യസമയത്തോട് എല്ലാവരും ഓഫീസിൽ വന്നു, ആർക്കും ഒരു പ്രശ്നം ഉണ്ടായില്ല. അപ്പോൾ നിങ്ങളുടെ ഈ ക്യാമ്പയിനെ മലയാളികൾക്ക് വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുകയാണ്. പിന്നെ തൊഴിലാളി എന്നുള്ളത് വളരെ മോശപ്പെട്ട ഒരു കഥാപാത്രമായി മാറുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെയെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ സുഹൃത്ത് മാണി, അദ്ദേഹം അവിടെ ക്ലാർക്കായിരുന്നു, അസിസ്റ്റന്റ് രജിസ്ട്രാറായിട്ട് റിട്ടയർ ചെയ്തു. അദ്ദേഹം രാവിലെ 8:30 വന്നിട്ട് വൈകുന്നേരം 8:30 പോവുക, എല്ലാ പണിയും കഴിഞ്ഞിട്ടേ പോവുള്ളൂ. അങ്ങനത്തെ ആളുകളുണ്ട്. അവർ പക്ഷേ ന്യൂനപക്ഷമാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കല്യാണത്തിന് മുഹൂർത്തം കുറിച്ചാൽ നമ്മൾ സമയം പാലിക്കും, വീട്ടിൽ നിന്ന് പുറത്തെങ്ങാൻ രാഹുകാലം പറഞ്ഞാൽ നമ്മൾ സമയം പാലിക്കും, വേറെ ഒന്നിനും നമുക്ക് സമയം പാലിക്കേണ്ടതില്ല. അപ്പോൾ നോക്കുകൂലി എന്നൊരു വാക്ക് കേരളത്തിലുണ്ട്. ആലോചിച്ച് നോക്കൂ, ഒരു പണിയെടുക്കാതെ പണിയെടുക്കുന്നവനെ നോക്കി പേടിപ്പിച്ച് വാങ്ങുന്ന ഗുണ്ടാപിരിവിനെയാണ് നോക്കുകൂലി എന്ന് പറയാം. അതിവിടുത്തെ തൊഴിൽ കൾച്ചറിൻ്റെ, നമ്മുടെ തൊഴിൽ സംസ്കാരത്തെ എത്രമാത്രം നിന്ദ്യമാക്കുന്നുണ്ട്. തൊഴിലാളിയെ ഒരു ഗുണ്ടയാക്കി മാറ്റുന്ന ഒരു ഏർപ്പാടാണ് നോക്കുകൂലി എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിനകത്ത് സർക്കാർ സർവീസിൽ മാത്രമേ ഇതുള്ളൂ. സർക്കാർ വിചാരിച്ചാൽ നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞ മാതിരി ഒരു ദിവസം കൊണ്ട് തീർക്കാം. ശരിയാണ്, ഒരു ദിവസം കൊണ്ട് തീർക്കാവുന്ന വിഷയമാണ്. ഇത് എടുത്തിട്ട് ഈ പുരയുടെ മേലെ ചായുന്ന മരം പോലെ നിങ്ങൾ ഇല്ലാതിരിക്കരുത്. സാധാരണക്കാരുടെ ജീവിതമാണ്. മുഖ്യമന്ത്രി പറഞ്ഞത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കുന്നു. ഓരോ ഫയലിലുമുള്ളത് ജീവിതമാണ്.